മട്ടൂല് അല്ലേ? മാട്ടൂലേ? ഞാൻ ഒരു ദിക്കില് ഇവിടെ വന്നിട്ടുണ്ട്, സാറിന്റെ ക്യാമ്പിൽ വന്നിട്ടുണ്ട് ഞാൻ. ഓർക്കണം മുഖം ഓർക്കണം. അതല്ലേ, ഓക്കെ. നിങ്ങളുടെ നാട്ടിൽ പോയിട്ടുണ്ടോ ബീച്ചില്? എപ്പോഴേ? മാട്ടൂലിന്റെ അടുത്തൊരു ബീച്ചില്ലേ? അതെ അതെ സാർ, എപ്പോഴാ പോയത്? കഴിഞ്ഞ ജാനുവരിയില് ഒരു ആ, ക്യാമ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ജാനുവരിയില. US നിന്നൊക്കെയുള്ള കുറച്ച് ആൾക്കാർ, US ആഹാ, നിന്നും എവിടെ ഹൈദരാബാദിൽ നിന്നൊക്കെയുള്ള വെച്ചിട്ടുണ്ടായിരുന്നു? കുറച്ച് സീനിയർ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം കൂട്ടിയിട്ട് ഞാൻ മാട്ടൂൽ ബീച്ചിലുണ്ടായിരുന്നു. ഓ, ഞാൻ പയ്യന്നൂർ ഉണ്ടായിരുന്നെങ്കിലും മാട്ടൂൽ മാട്ടൂൽ എവിടെ? ബീച്ചിലൊന്നും പോയിട്ടില്ല. ആഹാ, ഞാൻ പയ്യന്നൂരെ പഠിച്ചതൊക്കെ, പക്ഷെ മാട്ടൂൽ ബീച്ചിലൊന്നും ആ സമയത്തൊന്നും പോയിട്ടില്ല. അറിയാം. അപ്പൊ ആദ്യമായിട്ടാണോ പോയത്? ആദ്യമായിട്ടാ പോയത്. ഓ, എന്ത് തോന്നി നമ്മുടെ നാടൊക്കെ കണ്ടിട്ട്? കൊള്ളാം, നല്ല നല്ല സ്ഥലം. ഞാൻ ഒരു ഫുൾ അതെ. നല്ലോണം എൻജോയ് ചെയ്തു. ഞാൻ മാത്രമല്ല, ബാക്കിയുള്ളവരും കൂടി ഉണ്ടായിരുന്നപ്പോ ഞാൻ അവരുടെ കൂടെ US-ല് ആഹാ, 5-6 മാസമൊക്കെ ഉണ്ടായിരുന്നതാണ്. അതെ, ഓക്കെ. അപ്പൊ അവര് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഉം, അവിടെ കൊണ്ടുപോയി. അതെ. മാട്ടൂൽ ഏത് ഭാഗത്താണ് പോയത്? നമ്മുടെ മാട്ടൂൽ സൗത്ത്, സെൻട്രൽ, അങ്ങനെയൊക്കെയാണ് പറയാൻ, നോർത്ത്? ആ ഒരു 1-2 പേരുണ്ടായിരുന്നു കൂടെ, അവരാണ് ഗൈഡ് ചെയ്തത്. അതെയാ. അവിടെ ഒരു പുതിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഒരു കുറെ സങ്കേതങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പെറ്റ് സ്റ്റേഷൻ ആണ് ഉദ്ദേശിച്ചത്? പെറ്റ് സ്റ്റേഷൻ. ആ, അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അതൊരു നല്ലൊരു ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഇപ്പൊ കുട്ടികളെ കൂട്ടി വരാൻ വേണ്ടിട്ടൊക്കെ. നമ്മുടെ പണ്ടത്തെ പറശ്ശിനിക്കടവ് ഇതുണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ റീപ്ലേസ് ചെയ്തു. സ്നേക് പാർക്ക് ശരിക്കും പറഞ്ഞാല് ജനുവരി 16 പോയത്, 24/01/16. അതെയാ. വീഡിയോ ഉണ്ടോ അതിന്റെ? ചെറിയ ചെറിയ വീഡിയോകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. യൂട്യൂബിലുണ്ട്. ഓക്കെ, കണ്ടോളാം. ഞാൻ അങ്ങനെയാ നമ്പർ ചെയ്യാം. YY ഇയർ 24 അറിയാം അറിയാം. 01/16. 01/16 അല്ലേ? ഓക്കെ, നോട്ട് ചെയ്യാം. പിന്നെ സുഖമായിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഹൈദരാബാദിലാണ് ഉള്ളത്. ഇന്നലെ രാത്രി എത്തിയത്, അർദ്ധരാത്രി എത്തിയപ്പോ. ഞാൻ കൊൽക്കത്തയിലായിരുന്നു അല്ലേ? വെസ്റ്റ് ബംഗാൾ കൽക്കട്ടയിലൊക്കെ ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരാഴ്ച അവിടെയായിരുന്നു. നമ്മൾ അന്ന് നാട്ടിൽ വന്നപ്പോ കണ്ടപ്പോ അധികം സമയം ഉണ്ടായിട്ടില്ല, കാരണം അവിടെ ക്ലാസ് നടക്കായിരുന്നല്ലോ. അതെ. ഇപ്പൊ എവിടെയാ താമസിക്കണേ? ദുബായിൽ എവിടെയാ? ഇപ്പൊ ദുബായിലെ അൽക്കൂസാണ്. അൽക്കൂസയിലാണ്. അതെ അതെ. നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്, ഒരു ടോക്ക് മാസ്റ്ററിന്റെ സ്പീച്ച് ഒക്കെ വെച്ച് ഓർക്കുന്നുണ്ട്. അതെ അതെ. അവരിപ്പോ ടോസ്റ്റ് മാസ്റ്റർ ആയിട്ട് മർജ് ചെയ്തു. അതെയാ? ഞാൻ അത്ര ആക്റ്റീവ് അല്ല. കുറെ കാലമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് എന്ന് കരുതിയിരുന്നു ഡോക്ടറെ. പിന്നെ ഇങ്ങനെ ഇപ്പൊ ഒരു അവസരം വന്നപ്പോ ഇഷ്ടംപോലെ ആൾക്കാർ ഫോണിലും ഇതായിട്ട് അങ്ങോട്ട് തീർക്കും. എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ കുറെ ആളുണ്ടാവും ഇങ്ങനെ തീർത്ത്. കുട്ടികളുടെ കുറെ പ്രശ്നങ്ങൾ വരുമല്ലോ. അതെ അതെ അതെ, കൂടുതലാണല്ലോ. പ്രത്യേകിച്ചും ബിടെക് അഡ്മിഷന്റെ സമയമാകുമ്പോഴാണ് അവര് വരിക. 2017 നമ്മൾ കണ്ടത്. 2017 സെപ്റ്റംബറിൽ അവിടെ ടോക്ക് മാസ്റ്റർ. അതെ, 17. കുറെ കൊല്ലായി അല്ലേ? ഇത്ര പെട്ടെന്ന് കൊല്ലങ്ങൾ പോകുന്നു. ഇല്ല, അതുപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ സംവിധാനത്തിലേക്ക് നീങ്ങാനൊന്നും ആലോചനയുണ്ട്. അല്ല, പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ഡയറക്റ്റ് ഫുൾ ടൈം ഇൻവോൾവ്മെന്റ് ആവശ്യമില്ല, അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നല്ല ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ തുടങ്ങാൻ പറ്റുകയാണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം അവിടെ ഇരുന്നിട്ടും. പാരലലി രണ്ടും ചെയ്യാലോ. 24 hours ബിസി അല്ലല്ലോ. അല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 5 മണിക്കൂർ സ്പെയർ ചെയ്യാം, അല്ലെങ്കിൽ 2 മണിക്കൂർ സ്പെയർ ചെയ്യാം, 3 മണിക്കൂർ സ്പെയർ ചെയ്യാം. അതിനുള്ള ഒരു സംഭവം തുടങ്ങാൻ നീയിരിക്കും നാട്ടില്. അത് പച്ച പിടിച്ച് കയറി എന്ന് പറയുമ്പോൾ വിട്ടുവരിക നല്ലത്. കാരണം ഈ നാട്ടില് ഒന്ന് പച്ച പിടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്പർ 1. നമ്പർ 2, ഈ ഇപ്പൊ ഞാനൊക്കെ ഇപ്പം എന്റെ ഒരു പാഷൻ കൊണ്ട് ചെയ്യുന്നതാണ്. പാഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 24 കൊല്ലായി. 2000 മുതൽ തുടങ്ങിയതാണ്. ഓൾമോസ്റ്റ് ലോകത്തിന്റെ പല ഭാഗത്തും പല സ്ഥലത്തും പല ക്ലാസ്സുകളും. അത് ഒന്ന് മാത്രമല്ലല്ലോ. എന്റെ ടെക്നിക്കൽ, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, മെക്കാനിക്കല്, ഹീറ്റ് ട്രാൻസ്ഫർ, ഫിസിക്സ്, കെമിസ്ട്രി,
പിന്നെ സ്പിരിച്വാലിറ്റി, പ്രഭാഷണങ്ങൾ, അമ്പലത്തില് മെഡിറ്റേഷൻ, യോഗ, പിന്നെ എൻവറോൺമെന്റ് സയൻസ്, അങ്ങനെ എന്ത് ചെയ്ത് ഇപ്പൊ ഇന്നിപ്പോ നാളെ രാവിലെ 6 മണി മുതൽ 10 മണി വരെ ഫിലിപ്പൈൻസ് MBA ക്ലാസ്സുകൾ. അതെയോ? ഞാൻ കാണാറുണ്ട് ചിലതൊക്കെ, പക്ഷെ യൂട്യൂബിൽ കാണാറുണ്ട്. അതൊന്നും പെയ്ഡ് പ്രോഗ്രാം അല്ല. അറിയാം. ഓക്കെ. ഇതൊന്നും റവന്യൂ ഉണ്ടാക്കുന്നതല്ല. ഇപ്പൊ ആഫ്രിക്കയിലും ഫിലിപ്പൈൻസിലും സിംഗപ്പൂരും UK-ലും എടുക്കുന്ന ക്ലാസ്സുകൾ ഇഷ്ടം പോലെ കാണും. പാകിസ്ഥാനിൽ കുറെ ഇന്റർവ്യൂ കാണും. ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ നടത്തിയ പാകിസ്ഥാനിലെ പിള്ളേരാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണ്. ഇപ്പം അത് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന അമേരിക്കയിലെ ഒരു ആള് ചെയ്യുന്നതാണ്. അപ്പൊ ആ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പാകിസ്ഥാനിലെ പിള്ളേരെ അവരുടെ സ്കിൽ ഇംപ്രൂവ്മെന്റിനുള്ള പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇന്ന് കാണുന്ന എല്ലാ ബെസ്റ്റ് കാര്യങ്ങളിലും വളരെ മിനിമം ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ചെടുത്ത് ആ സ്കില്ല് ഉപയോഗിച്ചിട്ട് ഹൗ ക്യാൻ യു മേക്ക് $500, എനിബഡി ക്യാൻ ഗെറ്റ് ഇറ്റ് എന്നാണ് അയാളുടെ ഒരു പദ്ധതി. അത് പാകിസ്ഥാനിൽ അയാൾ ഈസ് ഇംപ്ലിമെന്റിംഗ് ഇറ്റ്. ദർ ആർ thousands ഓഫ് സ്റ്റുഡൻസ്. അവരുടെ ഒരു പ്രോഗ്രാം എന്താ വെച്ചാൽ ദേ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ടു സംബഡി അബ്രോഡ്, അവരുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ എല്ലാ പിള്ളേരും ആദ്യമായിട്ട് അബ്രോഡിലുള്ള ഒരാളെ പിടിക്കുന്നത് തന്നെയാണ്. കാരണം അയാളുടെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരാൾ ഞാനാണ്. അപ്പൊ അയാൾ കൊടുക്കും, ഇന്നതൊക്കെ ആൾക്കാരുണ്ട്, അയാളെ നിങ്ങൾ തപ്പി കണ്ടുപിടിക്കുക, ഫേസ്ബുക്കിൽ കണ്ടുപിടിക്കുക. ഇപ്പം ഷരീഫ് എന്നല്ലേ വിളിക്കണ്ടേ ഞാൻ? ഷരീഫിന് കുറേ ആൾക്കാരെ ലോകത്തില് ഇപ്പൊ എന്നെ പരിചയമുള്ള പോലെ നമ്മൾ കുറേ ആൾക്കാരെ നമുക്ക് പരിചയമുള്ള ഒരു കോണ്ടാക്ടിലുണ്ട്. അവരുടെ ഒരു 100 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് പറയും, ഈ പിള്ളേരോട് പറയും നിങ്ങൾ ഇതിൽ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവരായിട്ട് ഇന്റർവ്യൂ ചെയ്യാം. ആ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ്മെന്റ് ചെയ്യും. ശരിക്കും അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ജനറൽ നോളജ്, ലോകത്തെ അറിയുക എന്നൊക്കെയുള്ളത് ആ നോളജാണ്. അപ്പൊ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പാകിസ്ഥാനിലെ ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന ഒരു സിംഗിൾ ഷെൽട്ടറിൽ നടത്തുന്ന ഒരാൾ എന്നെ ഇന്റർവ്യൂ ചെയ്തു. എന്നെ എന്തിനാ ഇന്റർവ്യൂ ചെയ്യുന്നത്? അയാൾക്ക് ലോകത്തിലൊരു സ്പേസ് സയന്റിസ്റ്റിനോട് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്, വേറൊരു രാജ്യത്തുള്ള ഒരാൾ. ആൻഡ് ഹി ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐദർ ഇൻ ഇംഗ്ലീഷ് ഓർ മേ ബി ഹിന്ദി, ബട്ട് ദേ ജനറലി ഡോണ്ട് സ്പീക്ക് ഹിന്ദി ഓൾസോ, ദേ ആർ ഓൺലി ഉറുദു. പക്ഷെ അവരുടെ ഉറുദു നമ്മുടെ ഹിന്ദി തന്നെയാണ്. പക്ഷെ അവർക്കറിയില്ലല്ലോ അവരുടെ ഉറുദു നമ്മുടെ ഹിന്ദിയാണ്. അപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള സംഭവം. കോൺഫിഡൻസ് ഉണ്ടാക്കി ഒരു 4 ആളോട് അങ്ങനെ സംസാരിക്കുമ്പോൾ 5ാമത്തെ ഒരാളോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ എവിടെയാ പഠിച്ചത്, എന്താ പഠിച്ചത്, എങ്ങനെ പഠിച്ചാലാ മുന്നോട്ട് പോകും. അത് തീരെ ഇല്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ തീരെ ഇല്ല, ടീച്ചർമാർക്ക് പോലും ഇല്ല. അത് ഒരു ജെൻഡർ നോളജും ഇല്ല, ഒരു ലോഗും അറിയില്ല, വളരെ മിനിമം സംഭവമേ അറിയുള്ളൂ. അങ്ങനെ നമ്മൾ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ അതിനൊക്കെ എടുക്കാനൊക്കെ പറ്റും. ഇപ്പം ഇടക്കിടക്ക് അദ്ദേഹം ചോദിക്കാറുണ്ട്, വൈ ആർ യു നോട്ട് സ്റ്റാർട്ടിങ് ഇൻ ഇന്ത്യ, യു സ്റ്റാർട്ട് ഇൻ യുവർ ബ്രാൻഡ്. ഇപ്പൊ എനിക്ക് ശിക്ഷ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, അയാൾക്ക് അറിയാം, അയാൾക്ക് എന്നോട് നല്ല ബഹുമാനമുണ്ട്. അങ്ങനെ കുറെ ഇപ്പം അമേരിക്കയിലുള്ള കാർല എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നു. UK-ല് യു ക്യാൻ എന്ന് പറഞ്ഞവരുടെ കൂടെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇവരൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരാണ്. ഇതൊന്നും ഫുൾ ടൈം അല്ല. കാരണം വെച്ചാൽ ഫുൾ ടൈം ആയ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല റവന്യൂ. പിന്നെ അതിനിടയിൽ കുറച്ച് ബുക്ക് എഴുതും. ഇപ്പൊ ബുക്ക് എഴുതി, ഇപ്പൊ ഞാൻ ഒരു 40 ബുക്ക് എഴുതിയിട്ടുണ്ട്. 40 ബുക്ക് എഴുതിയാൽ എനിക്കൊരു 30 ലക്ഷം റുപ്യ നഷ്ടം ഉണ്ടാവും. കാരണം ഇതൊന്നും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. കാരണം നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ അത് ഗിഫ്റ്റ് കൊടുക്കും. ഇപ്രാവശ്യം ഞാൻ പോകുമ്പോ തന്നെ എനിക്ക് ഒരു 10,000-15,000 ബുക്ക് എനിക്കും കിട്ടിയിട്ടുണ്ട്, പുസ്തകം ഗിഫ്റ്റ് ആയിട്ട്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ എന്റെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് മേടിച്ച ആൾക്കാരുടെ എണ്ണം മാത്രം നോക്കിയാൽ 10-30 ലക്ഷം റുപ്യ ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് കിട്ടുമ്പോ നിങ്ങൾ ആരും ആലോചിച്ചിട്ടില്ലല്ലോ, ഇയാൾ പൈസ കൊടുത്തിട്ടല്ലേ ഇത് പ്രിന്റ് ചെയ്യുന്നത്, അയാൾക്ക് ഒരു 500 റുപ്യ കൊടുക്കാന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. വിചാരിച്ചിട്ടുണ്ടാ? സോറി ഏട്ടാ, അങ്ങനെ തോന്നിയിട്ടില്ല, ഇപ്പൊ തോന്നുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഒരാൾക്കല്ലല്ലോ കൊടുക്കണത്. അതെ അതെ, നമുക്ക് ഒരാൾക്കല്ലല്ലോ കൊടുക്കും. ഇപ്രാവശ്യം ഞാൻ പോകുമ്പോ ഒരു 15,000 റുപ്യന്റെ ബുക്ക് ഞാൻ കൊണ്ടുപോയി. ഒറ്റൊരാളും പൈസ തന്നില്ല. അവരിൽ ഒരാളും പൈസ കൊടുത്ത് നാളെ മേടിക്കുന്നു വിചാരിച്ചിട്ടും അല്ല ചെയ്യുന്നത്. അതിൽ പല പുസ്തകവും ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്നത് എന്റെ തന്നെ. കാരണം പബ്ലിഷർക്ക് കൊടുത്താല് ആ പബ്ലിഷർക്ക് കൊടുത്താല് പബ്ലിഷർ ചിലപ്പം അവര് നമുക്ക് ഒരു 10 കോപ്പി ഫ്രീ തരുള്ളൂ. ഞാൻ 100 കോപ്പി ഓർഡർ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇത് ഞാൻ പറയുന്നത് വെച്ചാല് ഇത് കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ കാശുണ്ടാക്കാൻ പറ്റിയ പണിയല്ല. നമ്മൾ 10-20 കൊല്ലമായിട്ട് ചെയ്യുന്നതില് അത് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഇതൊരു ശീലമായിപ്പോയി.
കൊടുക്കുക എന്നുള്ള ഒരു ശീലമായതുകൊണ്ട് മനസ്സിലായോ. അപ്പൊ അതേ സമയത്ത് നമുക്ക് എന്താ തിരിച്ചു കിട്ടുക, ചിലപ്പം ഒരു ഷോക്കേസിൽ വെക്കാൻ പറ്റിയ ഒരു ബൊമ്മ കിട്ടുമായിരിക്കും. അത് വെക്കാനുള്ള ബൊമ്മ, ആ വെക്കാനുള്ള സാധനം ഞാൻ ഉണ്ടാക്കണ്ടേ വീട്ടില്. എന്റെ 3 വീടുകളിൽ ഞാൻ അത് ഉണ്ടാക്കാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഏകദേശം 20 ലക്ഷം റുപ്യ ആയിരിക്കും. അപ്പൊ ഇതൊരു നഷ്ടക്കച്ചവടം. അവിടെ എക്സ്പെൻസ് തന്നെയാണ്. അവിടെ എക്സ്പെൻസ് ആണ്. അതല്ല ഞാൻ ചത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്തിട്ട് വേസ്റ്റിലിടും. ആരും അത് സൂക്ഷിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ടും ആലോചിച്ചിട്ടും എന്തിനാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, അതുകൊണ്ടാണല്ലോ ഷരീഫ് എന്നെ ഇപ്പൊ വർത്താനം പറഞ്ഞത്, ആണോ അല്ലയോ? അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ നമ്മൾ കയറി പിടിച്ചിട്ടുണ്ട്. അത് യൂട്യൂബിൽ കമന്റ് ഇടും ചിലര്. അപ്പൊ ഞാൻ അവരോട് പറയും, ഇന്നതാണ് എനിക്ക് ആവശ്യം. ഇന്ന് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ആദ്യം നോക്കുന്ന എത്ര കമന്റ്സ് ഉണ്ടെന്നാണ്. അപ്പൊ ആ കമന്റ്സിൽ കുറേ പോസിറ്റീവ് കമന്റ്സ് ഉണ്ടാവും, ചില നെഗറ്റീവ് കമന്റ്സും ഉണ്ടാവും. അപ്പൊ ചിലര് കമന്റ് ഇടുന്നത് എനിക്കും ഇത് അറിയാന്ന് കാണിക്കാനായിരിക്കും. അങ്ങനെ ഉണ്ടാവില്ല. നമ്മളിപ്പോ മാത്തമാറ്റിക്സിൽ ചെറിയൊരു ട്രിക്ക് എഴുതിയാൽ പറഞ്ഞാല് ഉടനെ ഇത് അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാലോ എന്ന് പറയും. അപ്പൊ നമുക്ക് വിചാരിക്കും നമ്മളെന്ത് മണ്ടത്തര ചെയ്യുന്നത് ആലോചിക്കും ചിലപ്പോ. ഇതൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ചില പോസിറ്റീവ് എന്നല്ല ഞാൻ പറയുന്നത്. ഇത് അതെ, പക്ഷെ എന്നാലും നമ്മളത് പിടിച്ചു നിൽക്കുന്നത് എന്തുണ്ടാ വെച്ചാല്, അത് വായിച്ച് അടുത്ത കമന്റ് വായിക്കുമ്പോൾ ഒരാൾ എന്റെ മോള് പിന്നെ നിങ്ങള് ഇന്നടുത്ത് പറഞ്ഞത് കൊണ്ടാണ് നന്നായത്, അല്ലെങ്കിൽ ഒരു കോൾ വിളിച്ചിട്ട് പറയും ഇപ്പം ഇന്നടുത്ത് അമേരിക്കയിലാണ് PhD ചെയ്യുന്നത്, +2 കഴിഞ്ഞപ്പോ മാഷാണെന്ന് പറഞ്ഞത് ഇങ്ങോട്ട് പോവാൻ നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ സന്തോഷമായി. അത് നമുക്ക് 5 പൈസ കിട്ടുന്ന കാര്യമൊന്നുമല്ല, മനസ്സിലായോ? അത് ഇന്ന് യൂണിവേഴ്സിറ്റി ടെക്സാസിലാന്ന് പറയുമ്പോ അടുത്തൊരാൾ വിളിക്കുമ്പോ എവിടെ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ ടെക്സാസിൽ ഒരാളുണ്ട്, ഞാൻ അവിടത്തേക്ക് ചെയ്യാം, അവരടുത്ത് കോണ്ടാക്ട് ചെയ്യാം, നിങ്ങൾ പോകുമ്പോ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറെ പേരെ നമ്മൾ സഹായിക്കണ്ടല്ലോ. അത് എത്ര പൈസ കാശ് കൊടുക്കാൻ പറ്റുന്നതല്ല. ഇപ്രാവശ്യം ഞാൻ എന്റെ മോന്റെ മാരേജിന്റെ റിസപ്ഷൻ നാട്ടിലാണ് നടത്തിയത്. കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു പഴയ വീട്ടിൽ. അത് ഫുൾ ചെയ്ത് ഷരഫ് എന്ന് പറയുന്നത്, ഷരീഫിന്റെ തൊട്ടടുത്ത സ്പെല്ലിംഗ് ആണല്ലോ ഷരഫ്. പലപ്പോഴും പ്രോഗ്രാമിനൊക്കെ കാണാലോ. അതെ, ആ ഷരഫ് ദോഹയിലാ ജോലി ചെയ്യുന്നത്. ഗ്രാൻഡ്മായുടെ ഇതിനൊക്കെ കാണുന്നുണ്ട്. അതെ, ആ ഷരഫ് ദോഹയിലാ ജോലി ചെയ്യുന്നത്. നല്ല പാട്ടുകാരനാണ്, ദോഹയിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു മാരേജ് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് എന്റെ വീട് വളരെ മോശം സ്ഥിതിയിൽ 5-6 കൊല്ലമായിട്ട് ഉപയോഗിക്കാണ്ട് കിടക്കാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വേറെ എവിടെയെങ്കിലും ചെയ്യാന്ന് പറഞ്ഞപ്പോ ഷരഫ് നമുക്ക് അവിടെ ചെയ്യാം. അപ്പൊ ഞാൻ നീ ഇവിടെ ഇല്ല, നീ ദോഹയിലല്ലേ, ഞാൻ വരാം. 4 മാസം എനിക്ക് വേണ്ടിട്ട് ജോലി വിട്ടിട്ട് എന്റെ അടുത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. അതില് ഭക്ഷണം, എല്ലാ ചെറിയ ചെറിയ സംഭവങ്ങൾ അടക്കം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, കാശും ഞാൻ ചെലവാക്കിയിട്ടില്ല. എല്ലാം ഷറഫായത്. അതിന്റെ ബില്ല് ഇത്രയാന്ന് പറയുമ്പോൾ ഞാൻ പറയാം എനിക്ക് ബില്ലൊന്നും വേണ്ട. അപ്പൊ എനിക്ക് തോന്നുന്ന കാശ് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അത് അധികം ഉണ്ടാവുള്ളൂ, കുറവുണ്ടാവില്ല. അത് അവന് പറയാം, എനിക്ക് പറയാം. അപ്പൊ പലപ്പോഴും പറയും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞല്ല, എന്റെ സന്തോഷത്തിന് എതിരുന്നോട്ട്. അത് അദ്ദേഹം ചെലവഴിച്ച സമയം സ്പെൻഡ് ചെയ്തതിനുള്ള കൂലിയൊന്നും അല്ല. പണം ചെലവാക്കിയത് മാത്രം കൊടുക്കാനല്ലേ. നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, ഉറപ്പാണ്. ഇപ്പം ഷറഫ് പറയും ഞാൻ അധികം കൊടുത്തിട്ടുള്ളത്, അവന്റെ അടുത്ത് ഇത്ര പൈസ അധികം ഉണ്ടെന്ന് പറയും. പക്ഷെ നാളെയും എനിക്ക് അങ്ങനെ സഹായം വന്ന അത്യാവശ്യം വരാൻ പറ്റുന്ന ഒരാള്, ഞാനിപ്പോ ഇന്ന് എനിക്ക് വേണം, എനിക്ക് ഇവിടെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിട്ടിട്ടും അയാൾ വരുന്ന എനിക്ക് ഉറപ്പാണ്. അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. അതൊന്നും കാശ് കൊടുത്ത് കിട്ടുന്നതല്ലല്ലോ. കാശ് കൊടുത്ത് നമ്മളൊരു അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പറയുന്നതല്ലേ അയാൾ ചെയ്യുള്ളൂ. അറിഞ്ഞ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ആ ഷറഫിനൊക്കെ ഞാൻ പരിചയപ്പെട്ട ഷറഫിന്റെ മരുമോൾ എന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ്. നാട്ടിൽ, എന്റെ നാട്ടിലാണ്. എന്റെ നാട്ടിലാണെങ്കിൽ എനിക്ക് പലരെയും അറിയില്ലല്ലോ, കാരണം ഞാൻ നാട്ടിലല്ലല്ലോ ജീവിക്കുന്നത്, കുറെ കൊല്ലായിട്ട് പുറത്തു പോയ ആളല്ലേ. അപ്പൊ എനിക്ക് തന്നെ എത്രയോ ബന്ധുക്കളുണ്ട്, പരിചയമുള്ള എത്രയോ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരൊന്നും സഹായത്തിന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ ഡിഫറൻസ് ചെയ്യുമ്പോ, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നു അല്ലെങ്കിൽ അടുക്കുന്നു എന്ന് അറിയുമ്പോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലരും നമ്മളെ സഹായിക്കും. ഇതൊന്നും നമുക്ക് വില പറഞ്ഞ് എടുക്കാൻ പറ്റുന്ന സംഭവമല്ല. അപ്പൊ ആകെ ഈ ഇതില് ഞാൻ പറയാൻ കാരണം, ഈ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലോ അല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകളിലോ ഷരീഫ് പറഞ്ഞോണ്ടാ, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാന്ന് പറഞ്ഞോണ്ടാ പറഞ്ഞത്. ഇത് നഷ്ടക്കച്ചവടാന്നാ പറഞ്ഞത് ഞാൻ. നഷ്ടക്കച്ചവടാണ് ഒന്ന്. ഡോക്ടർ പലപ്പോഴും ഈ ഇതിന്റെ ഒക്കെ പറയാറുണ്ടല്ലോ, എന്ന് പറഞ്ഞ കോഴ്സുകളുടെ കോഴ്സുകളൊക്കെ. ഞാൻ ആ കൊറോണ സമയത്ത് 115ഓളം കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. കാര്യമില്ല പറയാനേ. അല്ല, എനിക്കറിയാം, മനസ്സിലായി. ഇപ്പൊ പറഞ്ഞ എഴുതിയിരുന്നല്ലോ.
കുറെ കോഴ്സുകൾ അതെ ചെയ്തു അതെ പറഞ്ഞില്ലേ, അങ്ങനെ കുറെ കോഴ്സുകൾ ഇപ്പൊ നമ്മൾ കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒറ്റൊരു കോഴ്സും ഞാൻ കോഴ്സൊന്നും ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. ഓക്കെ. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതേ സമയത്ത് എന്റെ മകൻ സോഷ്യൽ സയൻസാണ് പഠിച്ചത്. അവനൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കമ്പനിയിലേക്ക് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തില്ല ഈ വിഷയത്തിൽ. അത് നമ്മുടെ ഈ ഗൂഗിൾ മാപ്പില്ലേ, അതേപോലത്തെ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുടെ ഈ ഗൂഗിൾ മാപ്പിന്റെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവന്റെ സോഷ്യൽ സയൻസിന്റെ റിസർച്ച് ചെയ്യണമെങ്കിൽ അതിലൊരു സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ ഈ ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയത് 40 കൊല്ലം മുമ്പാണ്. അപ്പൊ അവനെല്ലാ സംഭവം ഇതിനകത്ത് അറിയാം. പക്ഷെ അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആരെങ്കിലും ഒരാൾ സർട്ടിഫൈ ചെയ്യണ്ടേ. ഒരു ഫ്രഷർക്ക് എവിടെയെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ഒരു ക്ലാസ് എടുക്കാൻ പോണ സമയത്ത് ആരും എന്നോട് ഞാൻ PhD സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ടൊന്നുമല്ല പോണത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വിളിക്കുമ്പോൾ അവർ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വെരിഫൈ ചെയ്യില്ലല്ലോ. അല്ലെങ്കിൽ ഒരാൾ മാനസികമായ പ്രശ്നം എന്റെ അടുത്ത് പറയുന്ന സമയത്ത് നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെന്നുള്ള എന്റെ പ്രൂഫ് കാണിക്കുമെന്ന് ചോദിക്കുമോ? ഇല്ല. അപ്പം നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഫഷണൽ ആവുന്ന സമയത്ത് അത് ആവശ്യമില്ല. നമ്മൾ സോഷ്യൽ സർവീസിന് പോകുമ്പോൾ ആവശ്യമില്ല. ഇപ്പൊ ഞാനിപ്പം ICFI യൂണിവേഴ്സിറ്റിയില് പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. എന്റെ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് പാസ്സായോ 12ാം ക്ലാസ് പാസ്സായോ PhD ഉണ്ടോ എന്നൊന്നും അവർ അന്വേഷിച്ചിട്ടില്ലല്ലോ, അതൊന്നും ചോദിച്ചിട്ടില്ല. ഒരു പൊസിഷൻ തരുമ്പോ സമയത്ത് പോലും നമ്മളോട് അത് ചോദിക്കൂല, മനസ്സിലായ? ഇപ്പൊ വൈസ് ചാൻസലറെ ആക്കാൻ വേണ്ടി ഒരാൾ സെർച്ച് കമ്മിറ്റിയാണ്. സെർച്ച് കമ്മിറ്റി ഒരിക്കലും ഒരാളോട് സർട്ടിഫിക്കറ്റ് ചോദിക്കാറില്ല. നമ്മൾ തമ്മിൽ കണ്ടുപിടിക്കും ഇന്നാളാണ് നല്ലത്, അയാളെ പിടിച്ച് വൈസ് ചാൻസലർ ആക്കുക. അപ്പോ പക്ഷെ ഈ പഠിക്കുന്ന കുട്ടികള് നാളെ ആദ്യമായിട്ടൊരു ജോലി കിട്ടണമെങ്കിൽ, ജോബ് കിട്ടണമെങ്കിൽ, അവർക്ക് ലോകം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അറിയണമെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ പലതും പഠിക്കുന്നത് എനിക്ക് അത് പഠിക്കാനുള്ള താല്പര്യം കൊണ്ടല്ലേ. പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മാർഗമാണ് എക്സാമിനേഷൻ. ഒരു പരീക്ഷ വരുന്ന സമയത്ത് ഞാൻ എന്തായാലും കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിക്കുമല്ലോ. ഞാൻ എന്തിനാ ആദ്യം LLB പഠിച്ചതും MBA പഠിച്ചതും ഒക്കെ വെറുതെ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ലോ അങ്ങനെ പഠിക്കൂല. ആ പ്രായത്തിൽ ആ കാലത്ത് ഞാനൊരു 10-25 വയസ്സുള്ള കാലത്ത് ലോ പഠിക്കണം തോന്നിയാല് വെറുതെ അവിടെ ഇവിടെയും വായിച്ചാലൊന്നും ഞാൻ ഫുൾ ലോ പഠിക്കൂലല്ലോ. അപ്പൊ അതെ, ആ സമയത്ത് എന്നെ ഒരു കൃത്യമായിട്ട് ഒരു 5 കൊല്ലം കൊണ്ട് എനിക്ക് തീർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ PhD ചെയ്യും. 3 കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ആ കോഴ്സുകൾ ചെയ്യും. MBA പഠിക്കുമ്പോൾ മാനേജ്മെന്റ് പഠിക്കും. പക്ഷെ ആ മാനേജ്മെന്റ് പഠിച്ചത് കൊണ്ട് ഞാൻ മാനേജ്മെന്റ് എക്സ്പെർട്ട് ആവുമൊന്നുമില്ല. ഇപ്പൊ ഫിലിപ്പീൻസിനെ കുറിച്ച് ഞാനൊരു ടോക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫിലിപ്പീൻസിലെ ഞാനിപ്പോ ഒരു ബുക്ക് എഴുതുന്നുണ്ട്. അടുത്ത ആഴ്ച ഞാൻ ശ്രീലങ്കയിലാണ് പോകുന്നത്. ആ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. ശ്രീലങ്കയുടെ വിദ്യാഭ്യാസം എങ്ങനെ മാറ്റാം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ് ഉപയോഗിച്ച് ശ്രീലങ്കയുടെ വിദ്യാഭ്യാസം എങ്ങനെ മാറ്റാം എന്നുള്ളതിന് അവിടുത്തെ ഒരു പ്രൊഫസറും ഞാനും കൂടി ചേർന്നിട്ടാണ് എഴുതുന്നത്. ആ പ്രൊഫസർ എന്നെ ഒരു ക്ലാസ്സിന് വിളിച്ചതാണ്. ക്ലാസ്സിന് വിളിച്ച് പറഞ്ഞ് നമുക്ക് കമ്പൈൻഡ് ആയിട്ടൊരു ബുക്ക് എഴുതാം. അവർക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല അങ്ങനെ. ഞാൻ പറഞ്ഞു 20 ദിവസം 30 ദിവസം മതി. ഒരു മാസം മുമ്പാണ് തുടങ്ങിയത്. ഒരു മാസം കൊണ്ട് നമ്മൾ ബുക്ക് റെഡിയാക്കും. ഞാൻ അവിടുന്ന് പ്രിന്റ് ചെയ്തിട്ട് കുറച്ച് കോപ്പി കൊണ്ടുവരാം. കാരണം അവിടെ പ്രിന്റിംഗ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ശ്രീലങ്ക ശ്രീലങ്ക മുങ്ങിത്താവ് ചാവാൻ പോകുന്ന ഒരു രാജ്യം പോലത്തെ ഒരു രാജ്യമല്ലേ. പെട്രോളിന് പോലും ഭയങ്കര കോസ്റ്റ് അല്ലേ, എല്ലാം കോസ്റ്റ്ലി. ഇന്ത്യ പെട്രോൾ അവർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കുറച്ച് മാറി തോന്നുന്നു. അതെ, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പെട്രോൾ കൊടുക്കുന്നുണ്ട്, ഭരണം കുറച്ചും കൂടി സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുന്നു, ടൂറിസം നന്നാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോൺഫറൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് പോണത്. ആ സമയത്ത് ഞാൻ ഒരു ലെക്ചർ ഉണ്ട്, 4 ദിവസത്തെ കോൺഫറൻസ് ഉണ്ട്. കാരണം ടൂറിസം ഒക്കെയാണ് അവരുടെ ജീവിതം. അപ്പൊ നമ്മള് ഒരു രാജ്യത്തെ പഠിക്കണമെങ്കിൽ ഒരു ടാർഗറ്റ് വേണം. അപ്പൊ ഞാൻ ബുക്ക് എഴുതുന്നത് എന്തിനാ വെച്ചാല് അത് വിറ്റിട്ട് കാശ് ഉണ്ടാക്കാനോ പ്രോഫിറ്റ് ഉണ്ടാക്കാനോ അല്ല, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ഫിലിപ്പീൻസിൽ ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ ഒരു 10 മണിക്കൂർ ഇരുന്ന് പഠിക്കണം. ആ 10 മണിക്കൂർ ഇരുന്ന് അവിടുത്തെ ഏതാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ്. ഇപ്പൊ ഞാനിപ്പോ പോകുന്നതാണ് ഹ്യൂമൻ റിസോഴ്സസ്, ബിസിനസ് ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ ഫിനാൻസ്. അത് എങ്ങനെ ഫിലിപ്പീൻസിനെ ഉപയോഗിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് കമ്പനി ChatGPT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് ഇന്റർനാഷണലി പിന്നെ ട്രക്കുകളും ഫ്ലൈറ്റും ഒക്കെ ചാർട്ടർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ. അവർക്ക് ഞാൻ കണ്ടിരുന്നു ആ വീഡിയോ. ഒരു സിക്കാരനെ പേരെങ്ങനെ ഓർക്കുന്നത്. അതെ, അപ്പൊ നമ്മള് 2 വിഷയം അറിയാം നമുക്ക്. നമ്മള് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. മാനേജ്മെന്റ് പ്രൊഫസർ ആയിരുന്ന സമയത്ത് അതൊക്കെ പഠിപ്പിക്കണം. കമ്പ്യൂട്ടർ സയൻസും അറിയാം. പക്ഷെ ഒരിക്കലും ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്യാൻ ഞാൻ ആലോചിച്ചിട്ടില്ല.
ഇങ്ങനൊരു ആവശ്യം വന്നപ്പോഴാണ് ഇമ്മീഡിയറ്റ്ലി അത് ആലോചിച്ചത്. അപ്പൊ അത് ലിങ്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. കാരണം നമുക്ക് ഇതും അറിയാം അതും അറിയാം, രണ്ടും കൂടി ലിങ്ക് ചെയ്ത കുറച്ച്, പക്ഷെ ആലോചിച്ചാലല്ലേ ഈ കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ പണ്ട് ഫ്ലൈ ജാക്ക് കമ്പനിയിൽ ഞാൻ ഒരു 15 കൊല്ലം മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ആ വിവരമുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പുതിയൊരു നോളജ്. അപ്പൊ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന എന്തിനാ വെച്ചാൽ ഒരു പാഷനാണ്. അറിയാത്തൊരു സ്ഥലം കാണാൻ വേണ്ടിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു പാഷൻ ഇല്ലേ, അല്ലെങ്കിൽ ടൂറിസ്റ്റിന് പോകുന്ന സമയത്ത്, ഒരു ടൂറിസത്തിന് പോകുമ്പോൾ പല സ്ഥലങ്ങളും കാണുമ്പോൾ ലാഭം ഉണ്ടാക്കാനല്ലല്ലോ പോണത്. അതേപോലെ ഞാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ല് പോലെയാണ് എനിക്ക് പഠിക്കുമ്പോൾ കിട്ടുന്ന ത്രില്ല്. അപ്പൊ ഞാൻ ഇത് കച്ചവടത്തിനല്ലെന്ന് ഞാൻ ചെയ്യണത്, എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യും. അതിന് പൈസ ചെലവാക്കും ഞാൻ. കാരണം പൈസ ചെലവാക്കിയിട്ട് ഇപ്പൊ ഞാനിപ്പോ ആര് നമുക്ക് ഫ്ലൈറ്റ് ഫെയറും താമസവും ഭക്ഷണവും തന്നാലും ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനുള്ള കാശ് ഞാൻ തന്നെ കൊടുക്കണ്ടേ. അത് തന്നെ 5000 രൂപ വരും. ഒരു ചായ കുടിച്ച എയർപോർട്ടിൽ നിന്ന് പൈസ പോകില്ലേ. ഇപ്പൊ ഇന്നലെ എന്റെ ഫ്ലൈറ്റ് 3-4 മണിക്കൂർ ഡിലേഡ് ആണ്. ടെക്നിക്കൽ കഴിച്ചു, ഉച്ചക്ക് ഭക്ഷണവും കഴിച്ചില്ല, രാത്രിയും കഴിച്ചില്ല. അപ്പൊ ഉച്ചക്ക് ഭക്ഷണം സ്കിപ്പ് ചെയ്ത് ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു, സമയം കിട്ടിയില്ല. എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തപ്പോ ചെക്കിന്റെ സമയമായി. നേരെ ഉള്ളിൽ കയറി ഫ്ലൈറ്റ് പോയി തുടങ്ങിയാലല്ലേ അവർ ഭക്ഷണം തരുള്ളൂ. 3 മണിക്കൂർ ഡിലേ, ഡീപ്ലെയിൻ ചെയ്തു, അടുത്ത ഫ്ലൈറ്റ് കയറി. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭക്ഷണത്തിന്റെ സമയവും പോയി, മൂടും പോയി. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ രാത്രി 1 മണിയായി. അപ്പൊ വന്നപ്പോ മേശപ്പുറത്ത് ഒരു പഴം ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ടാ കിടന്നത്. അപ്പൊ നമ്മള് ഇത് കംഫർട്ട് അല്ല അതിനകത്ത് പ്രാധാന്യം. കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ വളരെ സുഖമായിട്ടൊക്കെ പറ്റുമായിരിക്കും. ഏറ്റവും നല്ല 5 സ്റ്റാർ ഹോട്ടലിലും ഇപ്പം പ്രസിഡൻഷ്യൽ സൂട്ട് ഇൻ താജ് പാലസ് ബോംബെയില് ഒരു ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ഉറുപ്പിയയില്, ഞാൻ കൊടുത്തിട്ടില്ല കാശ്, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ആ പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ബുക്ക് ചെയ്ത് തരുന്ന ഒരാളുണ്ടല്ലോ. അങ്ങനെ ഒരാളെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അവരിൽ എന്തെങ്കിലും ഗുണം കണ്ടോണ്ട്, അല്ലെങ്കിൽ എന്നിൽ ഗുണം കണ്ടോണ്ടല്ലേ ചെയ്യുന്നത്. ഞാൻ ചെലവാക്കിയ 30 ലക്ഷം റുപ്യന്റെ ബുക്കിന്റെ പൈസ 4 ദിവസം താമസിച്ച അവര് ചെലവാക്കി ഉണ്ടാവുമല്ലോ. അങ്ങനെ സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ കുറെ പേര്. ഇപ്പൊ ഞാൻ ദുബായിൽ എത്രയോ പ്രാവശ്യം വന്നു, 100 പ്രാവശ്യം ദുബായിൽ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും എന്റെ കാശ് കൊണ്ടല്ലോ ഞാൻ വന്നത്. എന്റെ പേഴ്സിൽ 70 റുപ്യയും കൊണ്ട് ഞാൻ പോയിട്ട് അതേ 70 റുപ്യയും കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങോട്ടും ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങോട്ടും ഉണ്ടാക്കിയിട്ടില്ല. കുറെ ക്ലാസ് എടുക്കാൻ വരുമ്പോ അവര് ധർമ്മസ് ഒക്കെ തരുമായിരിക്കും, പക്ഷെ അത് ഞാൻ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഇവിടെ ആരാണോ എനിക്ക് തോന്നുന്നത് അവർക്ക് കയ്യിൽ കൊടുക്കും. അതിപ്പോ എന്നെ ആരോ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോ എന്റെ ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ എന്റെ മരുമോനായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് അവരെന്തെങ്കിലും സാധനം ഗിഫ്റ്റ് തന്നിട്ടുണ്ടാവും. അപ്പൊ പറഞ്ഞാൽ അതിനിരിക്കട്ടെ, ഇത് ആ മേടിച്ച കാശ് ഇതായിക്കോട്ടെ, കാരണം അവരെന്ത് ചെലവാക്കണ്ടല്ലോ നമ്മളടുത്ത്. ഇതൊക്കെ സാധാരണയാണ്. അപ്പൊ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ കൊണ്ടു നടക്കുക, അതിന് പാരലായിട്ട് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങുക. ഇപ്പൊ നിങ്ങൾക്ക് കുറെ കണക്ഷൻസ് ഉണ്ട്. ഒരു ഗുണം എന്ന് വെച്ചാല് ഈ ഞാനൊക്കെ ആഗോള നായർ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഞാൻ വിളിച്ച 5 നായന്മാര് പോലും വരൂല, കാരണം അവർക്ക് താല്പര്യമില്ല, അവർക്ക് മക്കളെ നന്നാക്കണം. ഇപ്പൊ എന്റെ ഏറ്റവും നല്ല കുട്ടികൾ എന്ന് പറയുന്നത് പലരും നമ്മുടെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരൊന്നും അല്ല. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നതും, ഞാൻ പറഞ്ഞില്ല, എനിക്ക് പാകിസ്ഥാനിൽ 100 പേര് എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് മാട്ടൂരിൽ വിചാരിച്ച 10 പേരെ കിട്ടൂല, കണ്ണൂര് വിചാരിച്ചാൽ കിട്ടൂല. മനസ്സിലായോ? പക്ഷെ ഇവരെ നമുക്ക് ഇന്റർനാഷണലി പഠിപ്പിക്കണമെങ്കിൽ ഇപ്പോഴുള്ളൊരു ഒരു സംഭവമാണ്. നിങ്ങൾക്കൊരു 10-20 പേരെ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ കിട്ടിയാൽ വി ക്യാൻ മേക്ക് ദം ഗ്രേറ്റ് ഇൻ ദർ ലൈഫ്. അത് വീട്ടിലിരിക്കുന്നവരാവാം, ഒരു പണിയില്ലാണ്ടിരിക്കുന്ന എത്രയോ, മിക്കവാറും ആൾക്കാർ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇന്നലെ എങ്ങാണ്ട് എനിക്കൊരു മെസ്സേജ് വന്നത്, ഒരു പ്രിൻസിപ്പൾ, ഒരു സ്കൂളിൽ പ്രിൻസിപ്പൾ സ്വന്തം സ്കൂൾ നടത്തുന്നവരാ, അവര് ദുബായിലാ പഠിച്ചതൊക്കെ. അത് കഴിഞ്ഞ് പാകിസ്ഥാനിൽ ഇപ്പൊ റീസെറ്റിൽ ചെയ്ത സമയത്ത് പിന്നെ അവരൊരു സ്കൂൾ തുടങ്ങി, ക്വറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ പാകിസ്ഥാനിൽ എനിക്ക് ബൈഹാട്ടാണ്. പേര് കേട്ടതാണല്ലേ, ന്യൂസിലേക്ക് ഉണ്ടായതല്ലേ? ഏത് എന്തോ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ക്വറ്റ എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫൻസിന്റെ സമയത്ത് ക്വറ്റയാണ് അവരുടെ ന്യൂക്ലിയർ സ്റ്റേഷൻ. അപ്പൊ അവര് ക്വറ്റ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി എനിക്ക് പറയാൻ പറ്റി, എനിക്ക് അറിയുന്ന സ്ഥലമാണ്. അതിന് കാരണം ഇപ്പൊ അവരറിയേണ്ട കാര്യമില്ലല്ലോ, എനിക്കറിയാം എന്തുകൊണ്ടാണ്.
അപ്പം അവര് നമ്മളിപ്പോ ഫേസ്ബുക്കിൽ ഒരു ലെക്ചറിന്റെ ഒരു സംഭവം ഇട്ടു ഞാൻ. ഇത് UK സീരീസ് ഓഫ് ലെക്ചേഴ്സ് ആണ്. ജൂലൈ ഫുള്ള് ലെക്ചർ ഉണ്ടായിരിക്കും. ഡേറ്റ് അനുസരിച്ച് ഞാൻ ഓരോ ഫ്ലെയറും അടുത്തടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് വെറുതെ ഇട്ടതാണ്. അതിട്ട സമയത്ത് പാകിസ്ഥാനിലെ എന്നെ ഇന്റർവ്യൂ ചെയ്ത ലേഡി ഒട്ടനെ for a very successful tour that you are doing, and I'm sending you a picture. I love this topic, and if you kindly send me the link whenever you can, wherever you go for this, for the delivery of your speeches or your motivational lectures, it would be a great favor for me, doctor. ഒരു പാകിസ്ഥാനിലെ സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. ഞാൻ ഉറപ്പായിട്ടും പറയാം, കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഇന്ത്യയിലെ ഒരു പ്രിൻസിപ്പളും ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടാവില്ല. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ എവിടെ ടോക്ക് കൊടുക്കുമ്പോഴും എനിക്കിത് അയച്ചു തരുമോ? ഒരാളും ഇന്റർവ്യൂ ചെയ്യാനോ നമ്മളെ കുറിച്ച് അറിയാനോ, അവരേതൊക്കെ ഒരു ക്ലാസ്സിൽ വിളിക്കുക അറേഞ്ച് ചെയ്യും, അവർ ചായ കുടിച്ചുകൊണ്ട് നടക്കും, അല്ലെങ്കിൽ അവിടെ ഇവിടെ നോക്കിക്കൊണ്ട് വെക്കുന്നല്ലാണ്ട് ക്ലാസ്സിലിരുന്ന് പഠിക്കുകയോ അറ്റൻഡ് ചെയ്യാനുള്ള താല്പര്യം പോലും ഇല്ലാത്തവരാണ്. കുട്ടികൾക്ക് വേണ്ടിയാണല്ലേ ക്ലാസ്? കുട്ടികൾക്ക് വേണ്ടിയിട്ട്? അതെ ഞാൻ പറഞ്ഞു. അല്ല, ഇതൊരു ജനറൽ ടോക്കാണ്. അത് ഒരു ലൈഫ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന UK SUK ഇന്റർനാഷണൽ. ഞാൻ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞല്ലോ പ്രിൻസിപ്പൽമാര് ചായ പിടിച്ചടക്കം അങ്ങോട്ട് നടക്കും എന്ന് പറഞ്ഞപ്പം അവർ ശ്രദ്ധിക്കില്ല, അവർ കുട്ടിക്ക് വേണ്ടി വിട്ടു കൊടുക്കും. അതെ, അത് മാത്രമല്ല, ടീച്ചർമാരുടെ ക്ലാസ് ആയാലും അവരിരിക്കൂല. അടുത്ത കാലത്ത് ഡൽഹിയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ടീച്ചർമാരുടെ പ്രോഗ്രാമാണ്, ടീച്ചർമാർക്കുള്ള ക്ലാസ് ആണ്. അപ്പൊ നമ്മളെ വിളിച്ച പ്രിൻസിപ്പൾ അവിടെ ഇരുന്നില്ല. ഞാൻ അവരെ നേരെ വിളിച്ചുകൊണ്ടെന്ന് നല്ലോണം വഴക്ക് പറഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നേ? ഇപ്പൊ നാളെ വിളിക്കണം എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അവരിപ്പോ 10 പേരോട് പറയായിരിക്കും ഡോക്ടർ TPS വിളിക്കരുത്, കാരണം വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വഴക്ക് പറയുന്നൊക്കെ. എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഇവരുടെ ചെലവിനൊന്നും നമ്മളെ നാളെയും വിളിക്കണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വളരെ സിൻസിയർ ആയിട്ടും സീരിയസ് ആയിട്ടും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അക്കാഡമിക്സിനൊന്നും കേരളത്തിൽ വലിയൊരു പ്രാധാന്യം ഇല്ല. പക്ഷെ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്കിപ്പോ നിങ്ങൾ ഡിഗ്രി നടത്തിയെന്ന് പറഞ്ഞു. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു ഡിഗ്രി പ്രോഗ്രാം വിത്ത് സിവിൽ സർവീസ് ട്രെയിനിങ്. അതൊക്കെ അങ്ങനെ തുടങ്ങിയതൊക്കെ. പക്ഷെ എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ, ആദ്യം തുടങ്ങി എന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് പല ഡിസ്ട്രിക്റ്റിലൊക്കെ എന്റെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത ആൾക്കാരൊക്കെ വിചാരിച്ചു ഇത് കാശുണ്ടാക്കാനും നല്ല പണിയാണ്, നമ്മൾ നല്ലൊരു സ്റ്റുഡന്റ് ആണ്, നിന്നെ സിവിൽ സർവീസ് ആക്കാം തുടങ്ങാന്നൊക്കെ പറഞ്ഞ സമയത്ത് അവൻ വിചാരിച്ചു എന്നാൽ നാളെ മുതൽ ഞാൻ തന്നെ തുടങ്ങിയാലോ. അങ്ങനെ കോഴിക്കോടും കണ്ണൂരും മലപ്പുറത്തും എല്ലാം തുടങ്ങിയ എന്റെ പിള്ളേരാണ്. ആ പിള്ളേരൊക്കെ ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് ഉറുപ്പിക ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത് കച്ചവടത്തിന് നല്ല പണിയാണ്. കാരണം ഏത് കുട്ടീൻ്റെ അടുത്ത് 1000 രൂപ മേടിച്ചു കഴിഞ്ഞാല് നമുക്കൊരു 1000 കുട്ടികളെ കിട്ടി. ഇപ്പൊ എന്റെ വണ്ടി ഓടിച്ച് നടന്ന ഒരാളിപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ അവിടെ ഇവിടെ കൊണ്ടുപോകാൻ പഠിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ആള് ഇപ്പം കുറേ ഡിസ്ട്രിക്റ്റിൽ ഇഷ്ടംപോലെ കോച്ചിങ് സെന്റേഴ്സ് നടത്തുന്നുണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ NDA CDS ഇപ്പൊ ഏഴുമഴ അക്കാഡമി അതൊക്കെ വന്നിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ആരും പഠിക്കുന്നൊന്നുമില്ലല്ലോ. നാവൽ അക്കാഡമിയിൽ എന്റെ ഒരു സ്റ്റുഡന്റ് പോയിരുന്നു. പക്ഷെ ആ സ്റ്റുഡന്റ് ഞാൻ വളരെ ഹോപ്പോട് കൂടി അവിടെ അയച്ചാണ്. അവിടുത്തെ രാവിലത്തെ ട്രെയിനിങ്ങും ബുദ്ധിമുട്ടും ഒക്കെ കണ്ടപ്പോൾ ഓടിച്ചാടിപ്പോയി. അത്ര എളുപ്പമല്ലല്ലോ. നമ്മളിപ്പോ ഒരു സംഭവത്തിന് പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കോളേജിൽ എൻജോയ് ചെയ്ത് ജോയ് പിടിച്ചടിക്കുന്ന സമയത്ത് നമ്മൾ തലയും ഇങ്ങനെ മുട്ടയടിച്ച് രാവിലെ ഇരുന്നിട്ട് ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ ആ കുറച്ചു കാലം 3 കൊല്ലം നമ്മൾ സഫർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ സഫർ ചെയ്യാനല്ല, അത് നമ്മളൊരു ടാസ്ക് ആയിട്ട് എടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിന് മെനക്കെടാൻ പിള്ളേർക്ക് താല്പര്യമില്ല. അങ്ങനെ ഉള്ളവരുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞല്ലോ, എന്റെ വീഡിയോ കണ്ടിട്ട് എഴുതുന്നവർ എഴുതാത്തവരുണ്ട്. ഇതൊന്നും ചെയ്യാണ്ട് നമ്മളെ വിളിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളവരോട് ചോദിക്കും വീഡിയോ കണ്ടിട്ടാണോ വിളിക്കുന്നത്? അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. ആണ്, ഓ ശരി, എന്നാ അതിനകത്ത് നിങ്ങൾ കമന്റ് ചെയ്തോ. അങ്ങനെ അവർ കമന്റ് ചെയ്യുന്നവരല്ല, അവർക്ക് അവരുടെ കാര്യം വേണം. എന്നാൽ അത് നമ്മളിപ്പോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു ഇട്ടോട്ടെ, അല്ല എന്റെ ഇടണ്ട. അപ്പൊ നിങ്ങൾ വേറൊരാളുടെ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ വ്യത്യസ്തമായ ആൾക്കാരെ നമ്മൾ കാണും, മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്നത് കൊണ്ടും ഇതെനിക്കൊരു ടൈം പാസും. ഞാൻ റിട്ടയർ ആയി, പെൻഷൻ ഉണ്ട്, ദാരിദ്ര്യമില്ല, മക്കൾ അവരുടേതായ പൊസിഷനിലുണ്ട്. നമ്മളെ കൊണ്ട് ഒരു പൈസ കൊണ്ട് ഒരു ഗുണമില്ല. ഓക്കെ, കാരണം പിന്നെ അങ്ങനെ ഒരു സമയത്തിരിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സമയം ജീവിതത്തിൽ എങ്ങനെ ചെലവഴിക്കണം? ഏനക്കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രാജ്ഞ തദൈവം ഈശ്വര പൂജനം എന്നാണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖം
ആ സുഖം അനുഭവിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് കിട്ടുമ്പോ ഇപ്പൊ ഇന്നലെ ഈ സഫറിങ് ഒക്കെ ട്രാവലിലും 8 മണിക്കൂറും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും ഒരു 3 മണിക്കൂർ 30 ടീച്ചേഴ്സ് മുമ്പിലിരുന്ന് നമുക്ക് വളരെ താല്പര്യത്തോടു കൂടി കേൾക്കുമ്പോൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. അത് നമ്മളിരിക്കുന്നതിന്റെ തൊട്ടും ബാക്കിൽ വിവേകാനന്ദന്റെ വലിയൊരു പടമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സങ്കല്പം ഉള്ള ഒരു ആളുടെ സ്കൂളിൽ നമ്മൾ ഒരു സ്കൂൾ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ ആണ്. പിന്നെ അവർ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും നാളെ മുതൽ നമുക്കൊരു തോന്നല്. പിന്നെ അങ്ങനെ കുറെ ആക്ടിവിറ്റികൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കുറെ മെനക്കെടും. അങ്ങനെ മെനക്കെടുന്ന ചിലരെങ്കിലും നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം കിട്ടുന്ന കാര്യം അല്ലേ? അതിപ്പോ ഷരീഫിന്റെ മോളെ ഷരീഫിന് നന്നാക്കാൻ പറ്റിയാൽ തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോ ഇപ്പം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് എന്റെ 2 മക്കളും നന്നായത് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, എന്റെ 2 മക്കളും PhD, ഞാനും PhD, എന്റെ വൈഫും PhD. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തോന്നുമ്പോ നമ്മൾ അങ്ങനെ ഒരു എൻവിറോൺമെന്റിൽ കുറെ പുസ്തകങ്ങളും ഒക്കെ കൂടെ വെച്ചത് കൊണ്ട് മലയാളം മീഡിയം പോലും പഠിക്കാത്ത എന്റെ മകൻ ഇന്നലെ മിഞ്ഞാന്നങ്ങാണ്ട് ലാസ്റ്റ് എനിക്ക് അയച്ച ഒരു മെസ്സേജ്, ഇന്ന ബുക്ക് എനിക്ക് മേടിക്കണം, ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുമോ? നാളെ വരുമ്പോഴത്തേക്ക് ആ ബുക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ അത് ഏതാ ബുക്ക് എന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് എന്തോ വെച്ചാൽ മലയാളം വായിക്കാനുള്ള താല്പര്യം, മലയാളം പോലും വായിക്കാത്ത ഒരാൾ മലയാളം വായിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുമ്പോൾ, മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളല്ലല്ലോ അത്. കുഴിയാന എന്ന് പറയുന്ന മാളവിക സജിയുടെ മുകുന്ദന്റെ കഥയുടെ PhD ചെയ്ത് കേരള പൊളിറ്റിക്സ് എന്നൊരു ബന്ധപ്പെട്ട ഒരു ടോപ്പിക്, ഒരു തീസിസ് അല്ലേ? PhD ചെയ്ത് അങ്ങനെയാണ്. അല എന്ന് പറഞ്ഞിട്ടൊരു മാഗസീൻ നടത്തുന്നുണ്ട്. അത് ഓൺലൈനായിട്ട് 5-6 കൊല്ലായി. അതൊന്നും കച്ചവടമോ ലാഭമോ അല്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് എത്തിയ തന്നെ എന്റെ മൂത്തേട്ടൻ പയ്യന്നൂർ കോളേജിൽ പ്രൊഫസർ ആയിരുന്നു, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആളായിരുന്നു. അപ്പൊ ഞാൻ ആ ടീനേജ് സമയത്തൊക്കെ ഏട്ടന്റെ സഹായിക്കാൻ വേണ്ടിട്ട് കത്തെഴുതലും, അന്നതൊക്കെ കാർഡിലാണല്ലോ ഇൻവിറ്റേഷൻ എഴുതുക. പോസ്റ്റ് കാർഡ് 100 എണ്ണം നമ്മൾ എഴുതണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 100 എണ്ണം എഴുതി തീർത്താല് അന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് 100 എണ്ണം വേറെ എഴുതണം. ഒരു കോൾ എടുക്കട്ടെ, വല്ല പാർസൽ കട്ടാണ്, ഞാൻ പിന്നെ വിളിക്കും. അല്ല പാർസൽ കട്ടാണല്ലോ. അപ്പം ആ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ അങ്ങനെ ഏട്ടന്റെ കൂടെ ജീവിച്ചു. അത് വലിയൊരു ഒരു അതുകൊണ്ടാണ് ഈ പൊളിറ്റീഷ്യന്റെ മക്കളൊക്കെ പൊളിറ്റിക്സിൽ പോകുന്നത്. ആ ചെറുപ്പത്തിലേ അത് കണ്ട് ശീലമായത് കൊണ്ട് കിട്ടുന്ന ഒരു സംഭവം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ഏട്ടൻ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ ഈ സോഷ്യൽ ആക്ടിവിറ്റികളിൽ ഏട്ടൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഏട്ടന്റെ പോളിസി ആവണമെന്നില്ല, നമ്മള് ആ പരിഷത്താവണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു മെന്റാലിറ്റി ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഷരീഫിന് ഇപ്പോഴുള്ള അക്കാഡമിക്സിന്റെ ഇൻട്രസ്റ്റ് അതാണ്. മകനിലേക്കും ഒക്കെ പോകേണ്ടതും കുടുംബത്തിലേക്ക് പോകേണ്ടതും അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ 2 തരത്തിൽ കാണാം. ഒന്ന് ബിസിനസ് കാശുണ്ടാക്കാൻ, 2 എന്റെ കുടുംബത്തില് ഇതുകൊണ്ട് എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ ഞാനുമായിട്ട് എന്റെ വീട്ടിൽ കുറെ പേര് PhD എടുക്കുന്ന സമയത്ത് അവര് മാരേജ് ചെയ്യണം പിന്നെ എന്നൊക്കെ ആലോചിക്കുന്ന പെൺകുട്ടികളൊക്കെ പറയുമ്പോൾ പറയും, മാമനാണ് എന്റെ റോൾ മോഡല്, ഞാൻ PhD എടുത്തിട്ടേ ബാക്കിയൊന്നും ചെയ്യുള്ളൂ. അപ്പൊ PhD കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോ മാരേജിന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വീട്ടിൽ ആവലാതി ഉണ്ടാവും. അപ്പൊ അച്ഛനും അമ്മയും വിചാരിക്കുക, ഇവൻ എന്ത് ദുഷ്ടൻ, എന്റെ മോളെ PhDക്ക് പറഞ്ഞേപ്പിച്ച, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ് കുടുംബം ആവേണ്ട സമയമാണ് ഇപ്പൊ അവള് പഠിച്ചുകൊണ്ട് നടക്കാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവര് പഠിച്ചുകൊണ്ട് നടക്കുന്ന ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ ചിലപ്പം അവരറിയാതെ തന്നെ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് ഏറ്റെടുക്കും. അപ്പൊ അങ്ങനെ വലിയൊരു ഇൻഫ്ലുവൻസ് എന്റെ ഏട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് വഴക്കിലൂടെ ആയിരിക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ആ സമയത്ത് കാർഡ് എഴുതാൻ പറയുന്ന സമയത്ത് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. ഇതെന്തിനാ ഞാൻ ചെയ്യണത്, ഒരേ സംഭവം 100 പ്രാവശ്യം പണ്ട് പിന്നെ ഈ ഇമ്പോസിഷൻ തരുന്ന പോലെയാണ് നമ്മളെ കൊണ്ട്. എന്നിട്ട് ഇതൊക്കെ വായിക്കുമ്പോൾ അതിന് ഒരു സ്പെല്ലിംഗ് തെറ്റോ അല്ലെങ്കിൽ ഭംഗി കുറയോ പറയുമ്പോൾ അതിന് വഴക്കേ കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വിചാരിച്ച് ചെയ്തോന്നും ആയിരിക്കില്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ എന്താ വെച്ചാല് വേറെ ആർക്കെങ്കിലും വേണ്ടി 8 മണിക്കൂർ ഇരുന്ന് എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ മെന്റാലിറ്റി ഉണ്ട്. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമുക്ക് കുടുംബത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
അതാണ് ബാക്കി. അതിന് നിങ്ങൾക്ക് എത്ര കാശ് കൊടുത്താലും ഒരാൾക്ക് അങ്ങനെ എത്രയോ കൈവിട്ടു പോയ മക്കളുള്ള എത്രയോ ആൾക്കാരുണ്ട് അല്ലേ? എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, ലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം, അലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം. നീ നല്ല മോനാണെങ്കിൽ നിനക്ക് എന്തിനടാ കാശ്? നീ മോശം മോനാണെങ്കിൽ നിനക്ക് എത്ര കാശ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നല്ല മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. അത് ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് ബാക്കിയൊന്നും ഇല്ല എന്നുള്ള തോന്നൽ ഇല്ലാണ്ടിരിക്കുന്നത്. ഇതൊക്കെ തോന്നുമ്പോഴാണ്. പിന്നെ ഒരു നടുവിലുള്ള പഴയ വീട്, നിങ്ങൾ കണ്ട വീട്, അത് എന്റെ എല്ലാ ബന്ധുക്കളുടെയാണ്, എന്റേതല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വീട് ഒരാൾക്ക് നിങ്ങളുടേതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏട്ടന്മാരും ചേച്ചിമാരും അവരുടെ മക്കളും ഒക്കെയുള്ള വലിയൊരു കുടുംബത്തില് പാർട്ടീഷൻ ചെയ്ത് കട്ട് ചെയ്യാണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു വീട് വളരെ വിരളമായിട്ട് നമ്മൾ കാണും അല്ലെ? അപ്പൊ അത് എനിക്ക് തരുന്നത്, ഞാൻ എന്റെ ആവശ്യത്തിന് കച്ചവടം ചെയ്യാനാണെങ്കിൽ അവർ തരില്ല. അവിടെ നടക്കുന്ന പരിപാടികൾ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ നമ്മളൊരു സ്ഥാപനം പോലെ, ഞാനെന്നുള്ള പേരിട്ട് ജാനകി നാരായണൻ മെന്ററിങ്, അച്ഛന്റെ അമ്മന്റെ പേരാണല്ലോ ഇട്ടത്. അതല്ലെങ്കിൽ നാട്ടില് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും 1000 ആള് വന്നിട്ട്, അല്ലെങ്കിൽ ഷരീഫ് എന്റെ നടുവിൽ വന്ന് എന്നെ കാണൂലല്ലോ. അപ്പൊ അങ്ങനെ കുറെ പേര് വരിക, അതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. ഒരു സ്ഥാപനമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഫുൾ ടൈം നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാന്ന് പറയാറുണ്ട് പലരും. ഇപ്പൊ ഷരീഫിനോട് ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്നെ ടീച്ചറായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ഷരീഫിന് വേണ്ടിയിട്ട് ചെലവാക്കാം. പക്ഷെ അത് വേറെ എവിടെയെങ്കിലും ചെലവാക്കൂല. നാട്ടില് നിങ്ങൾ അങ്ങനെ ഒരു പരിപാടി മാർക്കറ്റ് ചെയ്തിട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് വിചാരിക്കും, കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും ഷരീഫ് എടുത്തോളൂ, എന്റെ ഫുൾ ടൈം ഞാൻ സർവ് ചെയ്യും. മനസ്സിലായോ? ഞാൻ ജസ്റ്റ് തുടക്കത്തിൽ ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാന്ന് കരുതി. അപ്പൊ സാറിന് കുറെ ഇൻസിഡൻസ് കിട്ടി ഈ കാര്യത്തില്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബിസിനസ് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റിനെക്കാളും നമ്മൾ നോക്കേണ്ട കുറെ കാര്യമുണ്ട്. അക്കാഡമിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയിട്ട് പറ്റുന്ന റിസോഴ്സസ് ഉപയോഗിക്കുക. ഓൺലൈൻ ആവാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഷെഡ്യൂൾ പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നാട്ടിൽ പോയി എന്റെ വീട്ടിൽ നടത്തണമെങ്കിൽ നടത്താം. അപ്പം ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ ഓർഗനൈസ് ചെയ്യാനും അത്തരം പരിപാടികളൊക്കെ ഇപ്പം അടുത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തത്. 13, 14 മുതൽ 18 വരെ ക്യാമ്പ് നടത്തിയിട്ട് ഞാൻ ശേഷം നടത്തിയിട്ടില്ല. പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സ് അറ്റ്ലീസ്റ്റ് കുറച്ച് പേര് കൂടിച്ചേരുന്നല്ലാതെ, കാരണം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ വലിയ തലപിടിച്ച പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ക്ലാസ് മാത്രം പോരല്ലോ. അതെ. അപ്പൊ അതിന് ഒരു ഏറ്റെടുക്കാൻ ആരെങ്കിലും ഒക്കെ തയ്യാറാണെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് സിവിൽ സർവീസോ അല്ലെങ്കിൽ ഇത്തരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസോ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ കുറെ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം. അതെ, അത് നമ്മുടെ നാട്ടിൽ 10 ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ തുടങ്ങാൻ പറ്റുന്ന ചെറിയ ഇൻഫോർമൽ സ്കൂൾസ് ആണ്. ഇപ്പൊ ഇന്നലെ ഞാൻ കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന അങ്ങനെയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ മട്ടന്നൂരൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? മട്ടന്നൂർ ചെയ്തു. പക്ഷെ അവർക്കൊന്നും വലിയൊരു നമുക്ക് ആദ്യം വേണ്ടത് നമ്മളൊരു കംഫർട്ട് സോൺ വേണം. ഇപ്പൊ കൃത്യസമയം 10 മണി എന്ന് പറഞ്ഞാല് ഞാൻ മെസ്സേജ് അയച്ചത് 10-12 മിനിറ്റ് മുമ്പാണ്. നാട്ടിൽ അങ്ങനെയല്ല. നമ്മൾ 10:30 എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് ഒക്കെ അടിച്ച് നമ്മൾ ഷറഫിനെയും ഒക്കെ, ഷറഫിന്റെ ഒരു ഹോട്ടൽ ഇനോഗ്രേഷന്റെ ദിവസമാണ് അന്നാണ് ഈ പ്രോഗ്രാം. അപ്പൊ ഞാൻ ഷറഫിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, പിന്നെ ഒരു ഡ്രൈവർ വണ്ടി ഉണ്ട് വീട്ടില്, എന്റെ വണ്ടി വീട്ടിലുണ്ട്, ഞാൻ ഓടിച്ചു പോയിക്കോളാം, ഷറഫ് വരുന്നുണ്ടെങ്കിൽ വന്നോ, നാരായണൻകുട്ടി വരുന്നുണ്ട്, അങ്ങനെ 3-4 പേരുണ്ട് താല്പര്യമുള്ളവർ, വരുന്നുണ്ടെങ്കിൽ വന്നോ എന്ന് പറഞ്ഞു. അപ്പൊ ഷറഫ് പറഞ്ഞു, വേണ്ട ഞാൻ ഓടിക്കാം, ഞാൻ നിന്റെ ഹോട്ടൽ ഇനോഗ്രേഷൻ ദിവസം. അത് സാറില്ല, ഞാൻ രാവിലെ കൊണ്ടുവിട്ടിട്ട് വൈകുന്നേരം പിക്കപ്പ് ചെയ്യാൻ വരാം. അവനെ രാവിലെ തട്ടി ഉണർത്തി നമ്മൾ ബാക്കിയുള്ളവരെല്ലാം തലേദിവസം വിചാരിച്ചത് ഞാൻ 10 മണിക്കുന്നതാണ്. അപ്പൊ നോട്ടീസ് കണ്ടെത്ത സമയത്ത് 9:30. എനിക്കൊരു നിർബന്ധം എന്താ വെച്ചാൽ ഒരു സ്ഥലത്തും ലേറ്റ് ആയിട്ട് പോകുന്ന ഇഷ്ടമല്ല. ഇപ്പൊ കൃത്യം 9:15 നമ്മൾ അവിടെ എത്തുന്നു. ഈ അത്തരം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻവറോൺമെന്റ് ആണ് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പലരുമായിട്ട് ബുദ്ധിമുട്ടാണ്. കൃത്യനിഷ്ഠ വളരെ നിർബന്ധമാണെന്ന് ഞാൻ പറയും. അതിപ്പോ കൽക്കട്ടയിലൊന്നും ഇല്ല, പലയിടത്തും ഇല്ല. പക്ഷെ അങ്ങനെ ആവരുത്, ഞാൻ മാറണം എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടായാലേ അവർക്ക് ടീച്ചർ ആവാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, നാട്ടിലെ ഏറ്റവും ബുദ്ധിമുട്ട് ആൾക്കാരൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞ, ഇപ്പം ഷരീഫ് എന്നോട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 2 ദിവസം മെസ്സേജ് അയച്ചിട്ടെങ്കിലോ തിരിച്ച് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഇമ്മീഡിയറ്റ്
എപ്പോഴും ഇമ്മീഡിയറ്റ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ചെയ്യാം. കാരണം എന്ന് വെച്ചാല് നാളെ എനിക്ക് അധികം പണി വരില്ല എന്ന് തോന്നുമ്പോഴല്ലേ ഞാൻ ഇന്നത്തെ നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെയല്ല, നാളെ ഇതിനേക്കാളും കൂടുതൽ വരും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ വരുമ്പോ ഈ നിമിഷം ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അതാണ് ഈ പാകിസ്ഥാനുകാരുടെ അടുത്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാം. ടൈം ആൻഡ് ഡേറ്റ്, സ്പെസിഫൈഡ് ടൈം ആൻഡ് ഡേറ്റ്. അപ്പം ഡേ ആഫ്റ്റർ ടുമാറോ എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ചോദിക്കും ആർ യു ഫ്രീ ടുഡേ എന്ന് ആണെന്ന് പറയും. ദെൻ വൈ ഡിഡ് യു സജസ്റ്റ് മീ ഡേ ആഫ്റ്റർ ടുമാറോ, വൈ യു ഡിഡ് നോട്ട് സജസ്റ്റ് മീ ടുഡേ നൗ എന്ന് ഞാൻ ചോദിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് അവരെ ഞാൻ പഠിപ്പിക്കുന്നത്. അവർക്കറിയാം ഞാൻ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒട്ടനെ അവരുടെ റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ വളരെ സിൻസിയർ ആണ് അവര്. അതില്ല, അത് നമ്മൾ എന്ന് വെച്ചാല് നമ്മൾ വളരെ വളരെ കാഷ്വൽ ആണ്. ഇപ്പൊ പല കുട്ടികളോടും നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ റിസൾട്ടിന് കാത്തിരിക്കുന്നു. ഈ റിസൾട്ടിന് 8 മാസം കാത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ട്? വേറെ എന്തെങ്കിലും പണി പഠിച്ചൂടെ? അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഓൺലൈൻ പഠിക്കണം എന്തെങ്കിലും. അപ്പൊ അവരെ എൻഗേജ്ഡ് ആവുമല്ലോ വെച്ചിട്ടാണ്. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ അക്കാഡമിക് ആയിട്ട് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ഓക്കെ. അഡ്മിനിസ്ട്രേഷനിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട്. കാരണം ഒരു ടീം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എളുപ്പം പറ്റും. പിന്നെ ഇത്തരം പരിപാടികൾ നടത്തണമെങ്കിൽ ഞാൻ കുറേ ഓപ്ഷൻസ് പറഞ്ഞു. ഇപ്പൊ എന്ത് വേണമെങ്കിലും ഏറ്റെടുത്തിട്ട് നമുക്ക് ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട്. അത് ഇമ്മീഡിയറ്റ് ആണ്. വൈഫ് പ്രീ സ്കൂൾ ടീച്ചർ ആയിരുന്നു. ഒട്ടനെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എങ്ങനെ വിചാരിക്കാന്ന് വെച്ചാൽ നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അടുത്ത ജൂലൈയിലേക്ക് അവിടെ വരും. കുറെ പാരന്റ്സിനെയും ടീച്ചർ ട്രെയിനിങ് സെന്റർ തുടങ്ങാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് മട്ടൂല്. ഇപ്പം ഭൂട്ടാനിൽ നിന്ന് ഒരു ടീം ഓഫ് ആൾക്കാർ, ഇപ്പൊ ലാസ്റ്റ് ടൈം വീഡിയോ കണ്ടാൽ കാണാം, ഭൂട്ടാനിൽ നിന്ന് ഞാൻ പോകുന്നു പറഞ്ഞത് കൊണ്ട് മാത്രം ഭൂട്ടാനിൽ നിന്ന് 10 ടീച്ചേഴ്സ് അവിടെ 8 ടീച്ചേഴ്സ് അവിടെ വന്ന് താമസിച്ചു 3 ദിവസം. കൽക്കത്തയിലല്ല, കൽക്കത്തയിൽ പോണം, ചെറിയ ഗ്രാമത്തില് രൂപനാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് ആ സ്കൂളൊക്കെ കണ്ടു കഴിഞ്ഞാല് ഷരീഫ് വിചാരിച്ചാൽ നാളെ ഉണ്ടാക്കി എടുക്കാം അങ്ങനത്തെ ഷെഡ് മാട്ടൂല്. അത്രയും മോശം സ്ഥലത്താണ് അവർ സ്കൂൾ നടത്തുന്നത്. പക്ഷെ അവിടത്തേക്ക് അവർ വന്നിട്ട് എനിക്ക് സങ്കടം തോന്നി. ഈ ഭൂട്ടാനിലുള്ള ആൾക്കാർ ഇതാണോ ഇന്ത്യ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോകുമല്ലോ. നല്ലൊരു സ്ഥലം പോലും കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഞാൻ അവരെയൊക്കെ കേരളത്തിൽ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടാണ് കേരളം. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ടുവേർഡ്സ് സൗത്ത് ട്രാവലിംഗ് എക്സ്പെൻസ് അതൊക്കെ കൂടും. പക്ഷെ അവർക്ക് വന്നു കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഗ്രേറ്റ് എന്ന് തോന്നുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ തുടങ്ങാം. ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലത്തിന്റെ കൺസെപ്റ്റ് കൂടി തുടങ്ങാം. നാഷണൽ എഡ്യൂക്കേഷൻ ഫോറത്തിന്റെ ബോർഡ് അവിടെ വെക്കാം. യോഗ യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്കയുടെ ബോർഡ് വെക്കാം. അങ്ങനെ വ്യത്യസ്തമായ ഗ്ലോബൽ, ഇപ്പൊ ഈ ശ്രീലങ്കയിൽ ഞാൻ പോകുന്ന കോൺഫറൻസിന്റെ ഡയറക്ടർ ഫോർ റിസർച്ച് ആൻഡ് അക്കാഡമിക്സ് ഞാനാണ്. അവരുടെ ട്രെയിനിങ് സെന്റർ ആക്കിയിട്ട് മാറ്റാം. അപ്പൊ കുറേ അത്തരം ആൾക്കാരുടെ ടീച്ചേഴ്സ് ആക്കിയിട്ട് മാറ്റാം. വളരെ ഇൻഫോർമൽ ആയിട്ട്. അതില് ആഫ്റ്റർ സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. എന്റെ ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലത്ത് ട്യൂഷൻ നടത്തുന്നുണ്ടല്ലോ. ട്യൂഷനെതിരാണ് ഞാൻ. പക്ഷെ ഗൈഡൻസ് കൊടുക്കണം. ഗൈഡൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 12ാം ക്ലാസ്സിൽ ട്യൂഷൻ എടുക്കുന്ന ഒരാൾ അറിയേണ്ടത് എന്റെ കുട്ടി 12ാം ക്ലാസ് കഴിഞ്ഞ് എവിടെയൊക്കെ പോവാം എന്ന് അയാൾക്ക് അറിയണം. അത് അയാൾക്ക് അറിയില്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഇന്നലെ ഒരു കുട്ടി എന്റെ അടുത്ത് വിളിച്ച സമയത്ത് അവർക്ക് ടീച്ചർ ആവണമെന്ന് ആഗ്രഹം. അപ്പൊ ഞാൻ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലാണ് പോകേണ്ടത്. അവർ കേട്ടിട്ടേ ഇല്ല അവര്. അപ്പൊ അത് കേൾക്കാത്ത ഒരാൾ ഉണ്ടാവരുത്. അത് 12ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ ടീച്ചർമാരും അറിയേണ്ടത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന നാഷണൽ സെന്റർ ആയിട്ടുള്ളത് മൈസൂരാണ്. അത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആണെന്ന് അറിയില്ലെങ്കിൽ അവരെ ടീച്ചർ ആവാൻ യോഗ്യതല്ലാതെ പറയാം. ഗ്രാൻഡ്മാന്റെ പറഞ്ഞപ്പോ ഞാനതിങ്ങനെ കുറെ വീഡിയോസ് പാസീവായിട്ട് കണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണട്ടെ. ആ വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടല്ലോ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പറയിപ്പിക്കുന്നില്ല. 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് പിന്നെ വരെയാണ് സാധാരണ ബേസിക് ആയിട്ടുള്ള ലൈഫിനെ കുറിച്ചുള്ള അറിവുണ്ടാക്കേണ്ടത്. ആ അറിവുണ്ടാക്കുന്നത് 3 വയസ്സ് മുതൽ 3ാം ക്ലാസ് വരെ. അതിനകത്ത് കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട്. എന്റെ എല്ലാ ബുക്സും അതിനെ കുറിച്ചാണ്. അതിൽ ടീച്ചേഴ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം, പാരന്റ്സിനെ എങ്ങനെ ഭാഗമാക്കണം. പാരന്റ്സ് ഒക്കെ വന്നിരിക്കാം. ആര് ഫ്രീ ആണോ അവരൊക്കെ വന്നിരിക്കാം ക്ലാസ്സിൽ. ഒരു ചെറിയൊരു 10 കുട്ടികളോ 20 കുട്ടികളോ ആണെങ്കിൽ 15x15 റൂമില് നല്ല കുഷ്യൻ ഇട്ടിട്ട് ഫ്ലോറിംഗ് നടത്തുക. ഒറ്റ ഫർണിച്ചറും പാടില്ല. സാധാരണ ടീച്ചർമാര് നിന്നിട്ട് കുട്ടികൾ ഇരുന്നിട്ടാ ക്ലാസ് എടുക്കുക. അപ്പൊ അതിന് പകരം നമ്മുടെ ഇപ്പൊ ഇന്നലെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിലത്തിരുന്നിട്ടാണ് ഗ്രാൻഡ് മദർ പോലെ ഇരിക്കുന്നത്. എല്ലാരും അങ്ങനെ ഇരുന്നത്. ഞാൻ ഇന്നിപ്പിട്ട് ഇടും. ഞാനിപ്പോ അത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കാം.
ഞാനത് അങ്ങനെ പാസീവായിട്ട് കണ്ടുപോയതുള്ളൂ. അത് എങ്ങനെ എനിക്ക് ചെയ്യാന്ന് എനിക്ക് ഒന്നുകൂടെ ആ വീഡിയോസ് കാണട്ടെ. എപ്പോഴും നമ്മൾ ബിസിനസ്സിൽ ചെയ്യേണ്ടത് ഒരാൾ പറയുമ്പോ ഇതെങ്ങനെ എനിക്ക് ബിസിനസ് ആക്കാന്ന് ആലോചിക്കണം. ഇപ്പൊ ഞാനിപ്പോ എന്ത് കാണുമ്പോഴും ഇതെങ്ങനെ എനിക്ക് എന്റെ ക്ലാസ്സിൽ ഉപയോഗിക്കാം, എങ്ങനെ പഠിക്കാം എന്ന് ഞാൻ നോക്കാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്തപ്പം ഒരു ഇംഗ്ലീഷ് ടീച്ചർ, ഒരു ലേഡി ടീച്ചർ പരിചയപ്പെട്ടിരുന്നു കോഴിക്കോട് ഭാഗത്തിലെ. അപ്പൊ അവര് ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കലുണ്ട്, ഈ എന്താണ് ട്രെയിനിങ് ക്ലാസ് ഒക്കെ എടുക്കലുണ്ട്. അപ്പൊ അവർ എന്റെ അടുത്ത് മിന്നാന്ന് ചോദിച്ചു നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാണെന്ന്. അപ്പൊ ഞാൻ എന്റെ പിന്നാക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ ഇപ്പൊ സംസാരിച്ചപ്പോ തോന്നി അത് ഇന്ന് തന്നെ ചെയ്യാന്ന് തോന്നുന്നത്. എപ്പോഴും അത് ഇമ്മീഡിയറ്റ്. ഞാൻ ഒരു കാര്യം ഇപ്പൊ ഷരീഫ് പറഞ്ഞ എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞ ഭയങ്കര തിരക്കുള്ള ആളെന്ന് അഭിനയിക്കാം. ഞാൻ തിരക്കുള്ള ആളായെന്ന് അഭിനയിക്കാനല്ല, തിരക്കുള്ള ആളായതുകൊണ്ടാണ് ഉടനെ ചെയ്യുന്നത്. കാരണം തിരക്കുള്ള ആൾ എപ്പോഴും പെട്ടെന്ന് തീർക്കുവയ്യ. ഇപ്പൊ ഇന്ന് തന്നെ കുറെ ഉണ്ട് എനിക്ക് കോളുകളും ഇതും പലതും പറ്റുന്നതൊക്കെ ഫോണിൽ തീർക്കുമായിരിക്കും. അപ്പൊ അതിനിടയിൽ മിഞ്ഞാന്നൊക്കെ ട്രാവൽ ചെയ്ത് വന്ന കംപ്ലീറ്റ് ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. പതിപ്പിന് മുകളിൽ കൊണ്ടുവന്ന സമയത്ത് ഇയർ പ്ലഗ് ഇട്ടിട്ട് 2 പേരുടെ ഡിസ്കഷൻ തീർക്കും. അപ്പൊ നമ്മള് പക്ഷെ നമ്മൾ സിൻസിയർ ആയിട്ട്, അതുകൊണ്ടാണ് ഷെഡ്യൂൾ ചെയ്യണോന്ന് ചോദിക്കുന്നത്. ഷെഡ്യൂൾ ചെയ്യേണ്ട ഫോൺ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് തീർക്കും. ഇന്നലെ ട്രാവലിൽ തന്നെ തീർക്കും. അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വീട് വരെ വരുമ്പോ 1 മണിക്കൂർ ടാക്സിയിൽ നമുക്കൊരു ആളുടെ പ്രശ്നം തീർക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇത് ജനങ്ങൾക്കും കൂടി ഉപയോഗമുള്ളതായിരിക്കും. നാട്ടിൽ വളരെ, പ്രത്യേകിച്ച് മലയാളത്തിലാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടി താല്പര്യം, നമ്മൾ പലതും ഇംഗ്ലീഷിൽ തീർക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് അത്ര ഒരു കാച്ചി ആയിട്ട് ഗുണമുള്ളൊരു കാര്യം എന്തെങ്കിലും നാട്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അറിയാം. കാരണം അവിടെ വന്ന് താമസിക്കാൻ ഇപ്പൊ ഒരു കൊല്ലം കൂടി വൈഫിന് ജോലിയുള്ളൂ ഇവിടെ. അത് കഴിഞ്ഞാൽ ഹൈദരാബാദ് വിടും. ഹൈദരാബാദ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടാവില്ല. ഞാൻ എന്നെ ആരാണോ വിളിക്കുന്നത്, എനിക്ക് ആര് ഭക്ഷണം തരുന്നു, താമസം തരുന്നു, പിന്നെ ഈ ഫെസിലിറ്റീസ് ഒക്കെ ഹൈദരാബാദിലും ഉണ്ട്. എനിക്ക് ഹൈദരാബാദിൽ ഒരു 4 ബെഡ്റൂം ഉള്ള വീടുണ്ട്, പിന്നെ ഒരു 2 ബെഡ്റൂം ഉള്ള വീടുണ്ട്, ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, കുറെ ലൈബ്രറി ഉണ്ട്, കുറെ ബുക്സ് ഉണ്ട് അവിടെ. ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഡോക്ടർ TPS നടിച്ചാൽ എന്റെ 3 വീട് കാണാം. പിന്നെ ഇരിങ്ങാലക്കുട ഇതേപോലെ ഒരു സെറ്റപ്പ് ഉണ്ട്, മുകളിൽ ഫുൾ ഫ്രീ ആണ്. നാട്ടില് എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും എന്റെ നാടല്ലേ, നടുവിലിനെ വിട്ടിട്ട് എനിക്ക് വേറൊരു സ്ഥലമുള്ളൂ. അതാണ് നമ്മുടെ താല്പര്യം. ഇപ്പൊ ഞാനിത് പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യാം, ഗ്രാൻഡ്മാൻ്റെ ഒന്ന് പഠിക്കട്ടെ, പിന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഓൺലൈനിലോ പിന്നെ നാട്ടിൽ ഇങ്ങനെ ഓഫ്ലൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. ഷരീഫിന് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ചെയ്യാം. വൈഫ് തുടങ്ങണം. ഞാൻ പറയുന്നത് ഇപ്പൊ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞ സമയമാണ്, പക്ഷെ അത് നോക്കണ്ട. 2 കുട്ടികളാണ്, 2 കുട്ടികൾ, 4 കുട്ടികളാണ്, 4 കുട്ടികൾ. ഗ്രാൻഡ് മേഡ് ആദ്യം തുടങ്ങുന്നത് 2007-ഓ 2008-ഓ അങ്ങാണ്ടാണ്. 2007 തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തുടങ്ങിയത് നാട്ടിലൊരു ഇതേപോലെ ഗൾഫിലുള്ള ഒരാളുടെ വൈഫ്, പിന്നെ അവര് TTC കഴിഞ്ഞതാണ്, ജോലിയൊന്നുമില്ല, ആകെ ഡള്ളാണ്, കുടുംബ പ്രശ്നമുണ്ട്, കാരണം ഇന്റർകാസ്റ്റ് മാരേജ് ആണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഒട്ടനെ പറഞ്ഞത് എന്താ പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ TTC ആണ്. അന്ന് തുടങ്ങിയ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി കോൺക്രീറ്റൈസ്ഡ് ആയിട്ട്, അന്നും ഞാൻ അതിന്റെ പേര് ഗ്രാൻഡ്മാ തന്നെ ഇട്ടത്. ഞാൻ ആദ്യം തുടങ്ങിയത് പിന്നെ എടപ്പാളിലാണ്. എടപ്പാളില് അവരുടെ വീട് കാലി ചെയ്യിപ്പിച്ചു. അതിനെ മാറ്റാൻ വേണ്ടി അന്ന് 5 ലക്ഷം റുപ്യ ഞാൻ അയാളോട് പറഞ്ഞൊരു കോൺട്രാക്ടർക്ക് അയച്ചു കൊടുത്തിട്ട്, ദുബായിൽ നിന്ന് പിന്നെ 5 ലക്ഷം റുപ്യ കോൺട്രാക്ടർക്ക് അയച്ചു കൊടുത്ത്, അങ്ങനെയാണ് അത് തുടങ്ങുന്നത് അയാൾക്ക് വൈഫിന് വേണ്ടിയിട്ട്. അന്ന് അവർക്ക് ആദ്യത്തെ കൊല്ലം 2-3 കുട്ടികൾ, രണ്ടാമത്തെ കൊല്ലം 40 കുട്ടികൾ, അങ്ങനെ ഡെവലപ്പ് ചെയ്തിരുന്നത്. ഞാനത് ഡീറ്റെയിൽ പഠിക്കട്ടെ, ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. ഞാൻ നേരത്തെ ഇങ്ങനെ പാസീവായിട്ട് കണ്ടുപോയതേ ഉള്ളൂ. ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് ഗ്രാൻഡ്മാ. അതിൽ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഉണ്ടാവുമായിരിക്കും, പക്ഷെ മിക്കവാറും ഗ്രാൻഡ്മാ റിലേറ്റഡ് തന്നെ ആയിരിക്കും അധികം ഉണ്ടാവും. ആയിക്കോട്ടെ, അങ്ങനെ നോക്കാം. അപ്പൊ സന്തോഷം. പിന്നെ സംസാരിച്ച് വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഡോക്ടർ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും ഉപകരിക്കുന്നത് ഉപകരിച്ചോട്ടെ. അക്കാഡമിക് ആയിട്ടുള്ള ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്റെ ചില എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതൊക്കെ കമ്പൈൻഡ് ആയിട്ട് ഇടാം. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് കുറച്ച് റിഫൈൻഡ് ആവുന്നത്. ഞാൻ പറയുന്നത് തന്നെ ഞാൻ 3 പ്രാവശ്യം കേൾക്കുമ്പോഴാണ് ഇങ്ങനെ പറയരുതായിരുന്നു പിന്നീട് പറയുമ്പോൾ ഒരു തോന്നലുണ്ടാവും. അത് പക്ഷെ ഈ ഒരു സബ്ജക്ട് ഞാൻ ഇതുവരെ നാട്ടിലാരോടും സംസാരിച്ചിട്ടില്ലല്ലോ, മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ എപ്പോഴും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. പലപ്പോഴും അങ്ങനെയാണ്, എനിക്ക് കേൾക്കാൻ വേണ്ടി, എന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെക്കോർഡിങ് തുടങ്ങിയത് ആദ്യം. അന്നൊക്കെ ഓഡിയോ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാലോ.
അതെ, അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഇപ്പൊ ഞാൻ അങ്ങനെ ഓഡിയോ കേട്ട് ശീലിച്ച് അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ച് ഞാൻ തന്നെ കേട്ട്. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ വിവേകാനന്ദ കേന്ദ്രത്തിലൊക്കെ ഞാൻ പഠിപ്പിച്ചത് വീഡിയോ അല്ലാണ്ട് എന്റെ ഓഡിയോയും വെറും പിക്ചർ ഇട്ടിട്ട് ഞാൻ കുറേ പിന്നെ മൈൻഡ് മാനേജ്മെന്റ്, മൈൻഡ് കൺട്രോൾ, പോസിറ്റീവ് തിങ്കിങ്, പവർ ഓഫ് അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പണ്ടത്തെ ലെക്ചർ ആദ്യകാലങ്ങളിലൊക്കെ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഞാൻ ചോദിച്ചിരുന്നല്ലോ, ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞില്ലേ സാറിന്റെ പിന്നെ ബിഎഡ് ഒക്കെ വൈറ്റ് ആയത് പഴയതാണെന്ന് ചോദിച്ചു നോക്കുന്നുണ്ടാ. അതങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ്. ഒരു സുഖമാണ്. കാരണം ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോ വയസ്സാകുമ്പോൾ നാളെ വർത്താനം പറയാൻ പറ്റാണ്ടായ എന്ത് ചെയ്യും? ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. അല്ല, ഇപ്പൊ റിട്ടയർ ആയിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത ഒരു സ്കൂൾ ടീച്ചർ നമ്മുടെ നാട്ടിലല്ലേ, അത് ഇങ്ങനെ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് അപ്പൊ എന്നോട് എന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം, പിന്നെ ഇപ്പൊ ഫ്രീ ആണ്, നമുക്ക് പറ്റിയതെങ്കിൽ സ്കൂളിലായിട്ട് കയറാൻ പറ്റുമോ? ഇതാ ഞാൻ തുടങ്ങിയാലേ ഞാൻ പറയുന്നത് എല്ലാ ആൾക്കാർക്കും വന്നിരിക്കാം. നല്ലൊരു ലൈബ്രറി, റിട്ടയർഡ്, അതാണ് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ. നിങ്ങളൊരു ഗ്രാൻഡ് മദർ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഗസ്റ്റ് വരും അവരൊക്കെ വെറുതെ വന്നിരിക്കുക, കുട്ടികളുടെ കൂടെ കളിക്കുക, അവർക്കായിട്ടുള്ള ഒരു അപ്പൊ ഒരു ഓൾഡ് ഏജ് ഹോം പോലെ ഉണ്ടാവും. ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം ഉണ്ടാവും. ആഫ്റ്റർ സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറേ പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ പുറത്തുണ്ടാവും. അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യം പഠിക്കാൻ പറ്റുന്ന ചെറിയ യങ്സ്റ്റേഴ്സ് ഉണ്ടാവും. അതിനുള്ളൊരു ഫെസിലിറ്റി ഒക്കെ മാറ്റുക. അതിനാണ് ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം എന്ന് പറയുക. അങ്ങനെ ഒരു ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം ഈ എല്ലാം കൂടി കമ്പൈൻഡ് ആണ്. എന്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അല്ല, ഡോക്ടർ പറഞ്ഞില്ല ഇപ്പം ഈ പിന്നെ സ്റ്റുഡൻസും ആ കുട്ടികൾ മാത്രമല്ല പ്രായമാർക്കൊക്കെ വന്നിരിക്കാന്നൊക്കെ പറയുന്നത് അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വെറുതെ വീട്ടിലിരിക്കുന്നവർക്കും ഇതൊക്കെ വലിയ അനുഗ്രഹമാണത്. അവര് 1 മണിക്കൂർ മതി, 2 മണിക്കൂർ മതി. അവർക്ക് എപ്പോഴാ തോന്നുന്നു വെച്ചാൽ വന്നാൽ മതി. അവർക്കൊരു ജോലിയോ ശമ്പളോ അല്ല. അവർക്ക് വേണ്ടത് അവര് പഠിപ്പിച്ചിരുന്ന കുറെ സംഭവങ്ങൾ, അവർക്ക് അറിയുന്ന ഒരു സംഭവങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. അവർക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഞാൻ എന്റെ മെന്റൽ കെയർ ഇന്ത്യ എന്ന് പറയുന്ന എന്റെ ഒരു ചീഫ് നോളജ് ഓഫീസറും കൂടിയാണ് ഞാൻ. ഇപ്പൊ ഞാൻ മൈസൂരിലൊക്കെ മൈസൂർ യൂണിവേഴ്സിറ്റി, ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ സിലബസിൽ ഒരു ബുക്ക് ഉണ്ടാക്കി ഇപ്പൊ അതൊരു കോഴ്സായി തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും. നമ്മളത് മാർക്കറ്റ് ചെയ്ത് ബിസിനസ് ആക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഇത് അങ്ങനെ ചെയ്യാത്തത്. അപ്പൊ ഇതിന്റെ ഒക്കെ സെന്റർ ആക്കിയിട്ട് മാറ്റാം. ഇപ്പൊ മെന്റൽ കെയർ, ഹാപ്പിനെസ്, വെൽനസ് ഹാപ്പിനെസ് സെന്റർ, പിന്നെ സമാധി സെന്റർ, മെഡിറ്റേഷൻ സെന്റർ, യോഗ സെന്റർ, അതുപോലെ പഠിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ, ഡിഫറെന്റ് ആയിട്ടുള്ള സിവിൽ സർവീസ്, എല്ലാം കൂടി ചേരുന്ന ഒരു സംഗമം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തരത്തില് ചെയ്യാൻ പറ്റും. വീട്ടിൽ തന്നെ ചെയ്യാന്നാ പറയുന്നല്ലേ? ഓ, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഒരു 10 സ്ഥലത്തിൽ ഇപ്പം ഇന്നലെ ഞാൻ പോയ സ്ഥലത്ത് അവർക്ക് 8 സെന്റർ ഉണ്ട്. 8 സെന്റർ തുടങ്ങി. കൽക്കട്ടയിൽ 8 സെന്റർ തുടങ്ങാന്ന് പറഞ്ഞാൽ എല്ലാം വാടക കെട്ടിടത്തിലാണ്. അല്ല, വീട്ടില് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ ബിൽഡിങ്ങുകളിലേക്ക് മറ്റു മാറാം. അതില് ആ ട്രെയിനിങ് കാണുമ്പോൾ വേറൊരു ഫാമിലിക്ക് തോന്നും എന്റെ വീട്ടിന്റെ അടുത്തും തുടങ്ങാം. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികൾ 3ാം ക്ലാസ് വരെ ഒരു സ്ഥലത്തേക്കും യാത്ര ചെയ്ത് പോലെ നടന്നു പോകാനുള്ള സ്കൂളിൽ പോകണമെന്നാണ്. അങ്ങനെ ഒരു 10 സെന്റർ തുടങ്ങിയാല് അവരെ നമുക്ക് നാളെ വലിയൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് നാളെ തുടങ്ങുമ്പോൾ അവിടത്തേക്ക് അഡ്മിഷനുള്ള പിള്ളേർ റെഡിയായി. അതെ, ഫീഡർ സ്കൂൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അതാണ്. ഫീഡർ സ്കൂൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് പാസീവായിട്ട് കേട്ട് പോയതേ ഉള്ളൂ. ഡ്രൈവിംഗിലൊക്കെ ഞാൻ അത് ആക്റ്റീവായി കേട്ടിട്ട് നോട്ട്സ് ഒക്കെ എഴുതട്ടെ, പഠിക്കട്ടെ അതിനെ കുറിച്ച് കൃത്യമായിട്ട്. അപ്പൊ ഞാൻ 2 ദിവസം കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് 1 മണിക്കൂർ തന്നത്. അതെ, ഞാൻ 2 ദിവസം ഉണ്ടാവില്ല. ഇനിയിപ്പം ഞാൻ ഇന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇനിയുള്ള എല്ലാ ദിവസവും ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. ഞാൻ 17-ാം തീയതിക്ക് ശേഷം ഉള്ളൂ. ശ്രീലങ്കയിൽ എപ്പോഴാണ് ട്രാവലിംഗ്? ഞാൻ 10-ാം തീയതി പോകും. 10-ാം തീയതി മുതൽ 13-ാം തീയതി 14-ാം തീയതി വരെ ഒരു കോൺഫറൻസ് ഉണ്ട്. പിന്നെ 2 ദിവസം 3 ദിവസത്തേക്ക് ഫാമിലി വരുന്നുണ്ട്. 17-ാം തീയതി തിരിച്ചു വരുന്നു. 17 മുതൽ 22-ാം തീയതി ഗോവയിലുണ്ട്. അതിന്റെ ഇടയിൽ ബെൽഗാം ഉണ്ടെങ്കിൽ ഞാൻ ബെൽഗാമിൽ പോകും. അത് കഴിഞ്ഞ് ഗോവയിൽ പോകും. അത് കഴിഞ്ഞ് തിരിച്ചു വരും. പിന്നെ ഗോരഖ്പൂർ പോകും. അങ്ങനെ ജൂലൈ 30-ാം തീയതി ഓഗസ്റ്റ് 1-ാം തീയതി വരെ ഷെഡ്യൂളാണ് പരിപാടി. യാത്ര ഷെഡ്യൂളാണ്. ആയിക്കോട്ടെ, ഓൺലൈനിൽ വരാം. ജൂലൈ 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്കൊരു അടുത്ത ഡിസ്കഷന് തയ്യാറാണെങ്കിൽ ആ സമയത്ത് ഒന്ന് മെസ്സേജ്. ഈ നമ്പറിലാണ്, പഴയ നമ്പറിനെക്കാളും ഞാൻ ഇന്ന് അയച്ച ലിങ്ക് അയച്ച നമ്പറാണ്. അതെന്താ വെച്ചാൽ ഈ വാട്സപ്പ് എല്ലാം ഇതിനായിട്ട് ലിങ്ക്ഡ് ആണ്. മറ്റേതിനകത്ത് കുറേ പഴയ ആൾക്കാരുടെ കോൺടാക്ട് ഉണ്ടാവും. അധികം ആക്റ്റീവ് ആയിട്ടുള്ളവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ തോന്നുന്നുണ്ട്. നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഈ പ്രായമുള്ള ആളുകളും ഇതൊക്കെ എന്റെ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മളെ ഈ ഓൾഡ് ഏജ് ഹോം അല്ല, ഈ ആളുകൾ ഈ റിട്ടയർ ആയി വന്നവര്, ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ വെറുതെ ഇരിക്കുക. ഞാൻ പറയുന്നത് സാധാരണ ഞാൻ പറയാറുള്ളത് ഓൾഡ് ഏജ് ഹോം അല്ല, ഓൾഡ് ഏജ് ഡേ കെയർ. കറക്റ്റ്.
കുറെ പത്രവും ന്യൂസ് പേപ്പർ വായനയും പഴയ റേഡിയോയും ഒക്കെ ആവുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഒരു ഹാങ് ഔട്ട് പ്ലേസ് എന്ന് പറയില്ലേ. ഞാൻ ഇവിടെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് മെമ്പറാണ്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അവരിതില് ടോസ്റ്റ് മാസ്റ്റർ തുടങ്ങി. അപ്പൊ ടോസ്റ്റ് മാസ്റ്റർ തുടങ്ങിയപ്പം ഈ ബിസിനസ് ഓണേഴ്സ് അവര് സ്പീച്ച് കൊടുക്കും. അത് ഡോക്ടർക്ക് അറിയാലോ. ഞാൻ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കുവൈത്തിലൊക്കെ ടോക്ക് കൊടുത്തിട്ടുള്ളതാണ്. വലിയൊരു ആനക്കാരായിട്ട് തോന്നുന്നത് ഒരു 10 മിനിറ്റ് സംസാരിക്കാനുള്ളത്. പക്ഷെ ഞങ്ങളൊക്കെ അത് സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്നൊക്കെ സാഹിത്യ സമാജത്തിലൊക്കെ ട്രെയിൻ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നാട്ടിൽ ഈ റിട്ടയർഡ് പേഴ്സൺസ് അല്ലെങ്കിൽ ഏജ്ഡ് ആൾക്ക് കിട്ടുമെങ്കിൽ വലിയ. അല്ല, ഇപ്പം സാഹിത്യ സമാജം ഇല്ല നാട്ടിൽ, അതെല്ലാം നിന്നില്ല. ഇപ്പൊ എല്ലാം പൈസ എങ്ങനെ പഠിക്കുക, എന്തിനു കിട്ടണം, പിന്നെ ബിടെക്കിന് പോണോ MBBSന് പോണോ എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ചിന്ത. മാറ്റം വരുത്താം. നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സന്തോഷം. ആയിക്കോട്ടെ. ഓക്കെ, നോക്കാം ഇൻഷാ അല്ലാഹ് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. ആയിക്കോട്ടെ. താങ്ക്സ് ഡോക്ടർ.